അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. So next question is the strength of Earth's magnetic field at a point is 0.4 into 10 raised to minus 5 Tesla. If this field is to be annulled by magnetic induction produced at the center of a circular conducting loop of radius pi centimeter, then the current to be sent through the loop is. അപ്പോൾ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. എത്രയാണ്? വാട്ട് ഈസ് മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എർത്ത്? ഇറ്റ് ഈസ് 0.4 into 10 raised to minus 5 ടെസ്ല. നമുക്ക് ഈ മാഗ്നറ്റിക് ഫീൽഡിന് എന്ത് ചെയ്യണം? അനൾ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോ ആക്കണം. നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് സീറോ ആക്കണം. ഹൗ? ബൈ ദി കറണ്ട് ത്രൂ ദി സർക്കുലാർ ലൂപ്പ്. സർക്കുലാർ ലൂപ്പ് കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് വെച്ച് ഇതിനെ ക്യാൻസൽ ചെയ്ത് കളയണം അല്ലേ? അപ്പോൾ സർക്കുലർ ലൂപ്പ് കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്? നമുക്കറിയാം mu0 I/2r ആണ്. ഓൺലി വൺ ടേൺ ആണെങ്കിൽ ഇറ്റ് ഈസ് mu0 I/2r. ഇഫ് ദർ ആർ മൾട്ടിപ്പിൾ ടേൺസ് ദെൻ വിൽ ഹാവ് ടു യൂസ് mu0 Ni/2r അല്ലേ? സോ ഇത് എന്തിനെ ക്യാൻസൽ ചെയ്ത് കളയണം? മറ്റേനെ ക്യാൻസൽ ചെയ്ത് കളയണം. 0.4 into 10 raised to minus 5 എന്ന് പറയുന്നതിനെ ക്യാൻസൽ ചെയ്ത് കളയണം. സോ I will be equal to this 0.4 into 10 raised to minus 5 into 2r/mu0 എന്ന് വരും. So 0.4 into 10 raised to minus 5 into 2r എത്രയാണ്? റേഡിയസ് എത്രയാണ്? റേഡിയസ് പൈ ആണ്. സോ ഇറ്റ് വിൽ ബി 2 pi സെൻറ്റിമീറ്റർ ആണ്. സോ ഇൻറ്റു 10 raised to minus 2 വരും. ഡിവൈഡഡ് ബൈ 10 raised to minus 2 എന്ന് വരും. ഡിവൈഡഡ് ബൈ വാട്ട്? ഡിവൈഡഡ് ബൈ mu0. mu0ൻ്റെ വാല്യൂ എത്രയാണ്? 4 pi into 10 raised to minus 7 ആണ്. സോ 10 raised to minus 7 വോളുണ്ട്. ക്യാൻസൽ ചെയ്ത് കളയാം. 2 pi കണ്ട് താഴെ 2 ബാക്കി വരും. സോ ഇറ്റ് വിൽ ബി 0.2 ആംപിയർ. സോ ഓപ്ഷൻ ഡി വിൽ ബി ദി ആൻസർ. സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം അല്ലേ? ഇങ്ങനെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സിമിലർ ഓർ സെയിം മാഗ്നറ്റിക് ഫീൽഡ്സ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ബൈ ആരാണ്? സോളിനോയിഡ് ആൻഡ് എ ബാർ മാഗ്നറ്റ്, സോളിനോയിഡ് ആൻഡ് എ ടൊറോയിഡ്, സോളിനോയിഡ് ആൻഡ് എ സർക്കുലർ കോയിൽ, സർക്കുലർ കോയിൽ ആൻഡ് എ ടൊറോയിഡ്, എ ബാർ മാഗ്നറ്റ് ആൻഡ് ടൊറോയിഡ്. ഇപ്പോൾ ഏതാണ് ഇതിനകത്ത്? സോളിനോയിഡ് ആൻഡ് ബാർ മാഗ്നറ്റ് അല്ലേ? നമ്മൾ NCERT ഒരു ടോപ്പിക് ഉണ്ട് സോളിനോയിഡ് ആസ് എ ബാർ മാഗ്നറ്റ് എന്ന് പറഞ്ഞിട്ട് തന്നെ അല്ലേ? സോ ബോത്ത് ഓഫ് ദം പ്രൊഡ്യൂസസ് സിമിലർ മാഗ്നറ്റിക് ഫീൽഡ്സ് എന്നുള്ളതാണ്, സോളിനോയിഡും ബാർ മാഗ്നറ്റും. അതിനകത്ത് നോക്കുകയാണെങ്കിൽ വിൽ സി ദി ഫീൽഡ് ലൈൻസ് ഡ്യൂ ടു എ സോളിനോയിഡ് വിൽ ബി സംതിങ് ലൈക്ക് ദിസ്. ഇങ്ങനെയാണ് ഫീൽഡ് ലൈൻസ് ഡ്യൂ ടു എ സോളിനോയിഡ് ഉണ്ടാവുക അല്ലേ? വിച്ച് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ഇങ്ങനെയാണ് ഫീൽഡ് ലൈൻസ് ഉണ്ടാവുക. സോളിനോയിഡ് കാരണം ബാർ മാഗ്നറ്റ് കാരണം ഇങ്ങനെയാണ് ഫീൽഡ് ലൈൻസ് ഉണ്ടാവുക. സോ വിച്ച് ഈസ് സിമിലർ ടു എ ബാർ മാഗ്നറ്റ് കാരണമുള്ള ഫീൽഡ് ലൈൻസ് പോലെ തന്നെയാണ് ഇതിനകത്തും ഉള്ളത് അല്ലേ? സോ ദിസ് ഇസ് സൗത്ത്, ദിസ് ഇസ് നോർത്ത് ആണെന്നുണ്ടെങ്കിൽ ദിസ് വിൽ ബി ദി ഫീൽഡ് ലൈൻസ്. ഇങ്ങനെയാണ് ബാർ മാഗ്നറ്റ് കാരണമുള്ള ഫീൽഡ് ലൈൻസ് ഉണ്ടാവും. സോ വിച്ച് ഈസ് സിമിലർ. പക്ഷെ നമുക്ക് ടൊറോയിഡ് എന്നുള്ള ആൻസർ എഴുതാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. പക്ഷേ ടൊറോയിഡ് ആക്ച്വലി എന്താണ്? ഒരു സർക്കുലർ മാഗ്നറ്റിക് ഫീൽഡ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ടൊറോയിഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇങ്ങനെയുള്ളൊരു സംഗതിയാണ്. അപ്പോൾ ഇതിന് ചുറ്റും ഇങ്ങനെ അല്ലേ? നീറ്റായിട്ടൊന്നും വരക്കുന്നില്ല. ഏതായാലും ഇങ്ങനെ ഒരു ടേൺസ് ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ മാത്രമാണ്. സോ ദി ഫീൽഡ് ലൈൻസ് വിൽ ബി സർക്കുലർ ഇൻ ദാറ്റ് കേസ്. അപ്പോൾ ഇക്വേഷൻ ഏകദേശം mu0 Ni തന്നെയാണ് രണ്ടിനും, ഇൻസൈഡ് ഫീൽഡ് മാത്രം പറയുന്ന സമയത്ത്. പക്ഷേ ഫീൽഡ് ലൈൻസ് എങ്ങനെയാണ്? ഫീൽഡ് ലൈൻസ് ഒന്നും സിമിലർ അല്ല. ഫീൽഡ് ലൈൻസ് ആർ നോട്ട് സിമിലർ, കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് ടൊറോയിഡിൻ്റെയും സോളിനോയിഡിൻ്റെയും കേസിൽ. ഇറ്റ് ഈസ് സിമിലർ ടു ബാർ മാഗ്നറ്റ് ആണ് അല്ലേ? ഇറ്റ് ഈസ് സിമിലർ ടു എ ബാർ മാഗ്നറ്റ് ആണ്. സോ ഓപ്ഷൻ എ വിൽ ബി ദി ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. The direction of eddy currents in which of the incorrect statement is. ഏതാണ് incorrect statement എന്നാണ് ചോദ്യം. The direction of eddy currents is given by Lenz's law അല്ലേ? Lenz's law വെച്ച് നമുക്ക് ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡയറക്ഷൻ പറയാൻ പറ്റും. A choke coil is a pure inductor used for controlling circuit in an AC circuit. The RMS value, that is also true അല്ലേ? The RMS value of AC current is √2 times the peak value of AC current. ആണോ? അല്ല, RMS എന്ന് പറയുന്നത് എന്താണ്? IRMS എന്ന് പറയുന്നത് നമുക്കറിയാം പീക്ക് വാല്യൂ അല്ലേ? I0/√2 ആണ്. ഇറ്റ്സ് നോട്ട് √2 ടൈംസ്, ഇറ്റ് ഈസ് √2 ആണ്. സോ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്. സോ ദിസ് വിൽ ബി ദി ആൻസർ. അടുത്ത ഓപ്ഷൻ നോക്കുമ്പോൾ ക്വാളിറ്റി ഫാക്ടർ ഇസ് എ മെഷർ ഓഫ് ഷാർപ്നെസ് ഇൻ AC സർക്യൂട്ട്. ദാറ്റ് ഓൾസോ വി നോ ഇറ്റ്സ് എ മെഷർ ഓഫ് ഷാർപ്നെസ് ആണ് ക്വാളിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് അല്ലേ? മാഗ്നറ്റിക് ഫീൽഡ് എനർജി സ്റ്റോർഡ് ഇൻ ഇൻഡക്ടർ ഇസ് ഗിവൺ ബൈ ½ Li². That is also right. So option C is the wrong answer, wrong option. So it will be the answer to the question. ഏതാണ് തെറ്റെന്നാണ് ചോദ്യം.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദി റേഷ്യോ ഓഫ് എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയം in a solenoid having magnetic induction B and electrostatic energy per unit volume of a capacitor E is, electric field E is. Okay, അപ്പോൾ ഒരു സോളിനോയിഡിലെയും കപ്പാസിറ്ററിലെയും എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയം എന്ന് പറഞ്ഞാൽ എനർജി ഡെൻസിറ്റി. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിലുള്ള എനർജി ഡെൻസിറ്റി നമുക്കറിയാം ഹാഫ് ഇൻറ്റു ബി സ്ക്വയർ ബൈ മ്യൂ സീറോ ആണ്. ഹാഫ് ഇൻറ്റു ബി സ്ക്വയർ ബൈ മ്യൂ സീറോ ആണ് സോ മാഗ്നറ്റിക് ഫീൽഡിലുള്ള എനർജി സ്റ്റോർഡ് എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ബി സ്ക്വയർ ബൈ മ്യൂ സീറോ ആണ്. ഇലക്ട്രിക് ഫീൽഡിലുള്ള എനർജി എന്താണ്? ഇലക്ട്രിക് ഫീൽഡിലുള്ളത് ഹാഫ് ഇൻറ്റു എപ്സിലോൺ സീറോ ഇൻറ്റു ഇ സ്ക്വയർ ആണ് എനർജി ഡെൻസിറ്റി. ഇതിൻ്റെ റേഷ്യോ ആണ് ചോദിച്ചത്. ദേ ആസ്ക്ഡ് അബൌട്ട് ദി റേഷ്യോ ഓഫ് ദിസ്. സോ റേഷ്യോ എടുക്കുന്ന സമയത്ത് യു ബി ബൈ യു ഇ ചെയ്താൽ എന്താ കിട്ടുക? ഇതിനകത്ത് ഹാഫ് കട്ടായി പോവും. ബാക്കി ഉണ്ടാവുക ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇ സ്ക്വയർ അല്ലേ? പിന്നെ ഡിനോമിനേറ്ററിൽ മ്യൂ സീറോ എപ്സിലോൺ സീറോ എന്നുണ്ടാവും. സോ ബി സ്ക്വയർ ബൈ ഇ സ്ക്വയർ മ്യൂ സീറോ എപ്സിലോൺ സീറോ. പക്ഷേ ഇത് ചോദിച്ചിട്ടുള്ള ഏതിൻ്റെ ടേംസിലാണ്? സിയുടെ ടേംസിലാണ്. സിയും കൂടി ഉണ്ട് ഇതിനകത്ത്. സോ വാട്ട് വിൽ ബി ദി ആൻസർ എന്ന് നോക്കേണ്ടി വരും അല്ലേ? സോ നമുക്കറിയാം സി എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ലൈറ്റ്, ദാറ്റ് ഈസ് 1/√ മ്യൂ സീറോ എപ്സിലോൺ സീറോ ആണ്. ഇത് നിങ്ങൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് പഠിച്ചിട്ടുണ്ടാവും. സോ സ്ക്വയർ ചെയ്യുകയാണെങ്കിൽ സി സ്ക്വയർ എന്താണ്? 1/μ zero epsilon 0 ആണ്. സി സ്ക്വയർ വരും. സോ ഹിയർ വി ഹാവ് 1/μ zero epsilon 0, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് സി സ്ക്വയർ. സോ ദിസ് വി ക്യാൻ റൈറ്റ് ബി സ്ക്വയർ സി സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇ സ്ക്വയർ എന്ന് വരും ആൻസർ. സോ ഓപ്ഷൻ ബി വിൽ ബി ദി റൈറ്റ് ആൻസർ ടു ദാറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി മിസ്മാച്ചിങ് പെയർ. ഇതിനകത്ത് മിക്സ് മാച്ചിങ് പെയർ ഏതാണെന്നാണ് ചോദ്യം. കറക്റ്റ് പെയറല്ല, മിസ്മാച്ച് ചെയ്യുന്ന പെയറാണ് ചോദിച്ചത് അല്ലേ? സോ ഇൻഡക്ഷൻ ഫർണസ് എഡ്ഡി കറണ്ടിൻ്റെ പ്രിൻസിപ്പിളാണ് നമുക്കറിയാം. എ സി ജനറേറ്റർ ആർമേച്ചർ കോയിൽ വെച്ചാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എ സി ആർമേച്ചർ കോയിൽ വെച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്കറിയാം. എൽ സി ആർ സർക്യൂട്ടിൻ്റെ കേസിൽ നമ്മൾ റെസൊണൻസ് എല്ലാം പഠിച്ചിട്ടുണ്ട്. റെസൊണൻസ്, ക്വാളിറ്റി ഫാക്ടറീസ് അങ്ങനെയുള്ളതെല്ലാം പഠിച്ചിട്ടുണ്ട്. ട്രാൻസ്ഫോമർ ഡി സി വോൾട്ടേജ് ആണോ? അല്ല, ട്രാൻസ്ഫോമർ ഈസ് എ സി വോൾട്ടേജ്. മാഗ്നറ്റിക് ബ്രേക്സ്, മാഗ്നറ്റിക് ഫ്ലക്സ് യൂസ് ചെയ്യും അല്ലേ? സോ അതല്ലെങ്കിൽ എഡ്ഡി കറണ്ട്സ് ആണ് ബേസിക്കലി അവിടെ വരുന്നത്. മാഗ്നറ്റിക് ഫ്ലക്സിൻ എന്താ പറയുക, നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ബ്രേക്കിങ്ങിൻ്റെ കേസിലൊക്കെ. സോ ട്രാൻസ്ഫോമേഴ്സ് ഈസ് എ സി വോൾട്ടേജ്, നോട്ട് ഡി സി വോൾട്ടേജ്. സോ 41 ഡി വിൽ ബി ദി ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ എൻ എ സി വോൾട്ടേജ് ഓഫ് 330 V equal to 330 sin 100 pi t is applied to a capacitor, it produces a current of 1.5 into cos 100 pi t. The capacitive reactance of the capacitor is straight forward question ആണ്. എ സിയുടെ കേസിൽ കപ്പാസിറ്റീവ് സർക്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ I0 എന്ന് പറയുന്നത് എന്തായിരിക്കും? V0 ബൈ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് XC എന്ന് ചെയ്താൽ മതി. V0 ബൈ XC വിൽ ബി ദി കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. ഇവിടെ നേരിട്ട് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ചോദിച്ചു, കപ്പാസിറ്റൻസ് പോലും ചോദിച്ചിട്ടില്ല അല്ലേ? കപ്പാസിറ്റൻസ് ചോദിക്കുകയാണെങ്കിൽ ഒരു സ്റ്റെപ്പും കൂടി ചെയ്യേണ്ടിയിരുന്നു, 1/c⍵, കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. പക്ഷേ ഇവിടെ നേരിട്ട് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് XC മാത്രമേ ചോദിച്ചുള്ളൂ. സ്ട്രെയിറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ ആണ്. XC ഈക്വൽ ടു V0 ബൈ I0 എന്ന് വരും. സോ ദാറ്റ് വിൽ ബി 330 ഡിവൈഡ് ബൈ 1.5 എന്ന് വരും. സോ ദാറ്റ് വിൽ ബി 220 ohms അല്ലേ? ഓപ്ഷൻ ഡി വിൽ ബി ദി ആൻസർ, 220 ohms. സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ഡി വിൽ ബി ദി ആൻസർ അല്ലേ? ഇത് ഒരൊറ്റ സ്റ്റെപ്പിൽ ആൻസർ കിട്ടാൻ വേണ്ടി ക്വസ്റ്റ്യൻ അത്രയും സിമ്പിളാക്കി തന്നിട്ടുണ്ട്. ഇതിലും സിമ്പിളാക്കാൻ ആരെ കൊണ്ടും പറ്റില്ല. ഓക്കെ, എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, റേഡിയോ വേവ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ഹോട്ട് ബോഡീസ് ആണോ? അല്ല, ഇത് ഹോട്ട് ബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് ആണ്. ദേ ആർ ഇൻ ദി റേഞ്ച് ഓഫ് 10⁻⁹ ഹെർട്സ് ടു 10⁻12 ഹെർട്സ്. അല്ല, നമ്മളതൊന്ന് ആലോചിച്ചാൽ മതി. ഈവൻ ആ റേഞ്ച് അറിയില്ലെങ്കിൽ കൂടി വി ക്യാൻ തിങ്ക് അബൌട്ട് ഇറ്റ്. ഇപ്പോൾ നമ്മുടെ സാധാരണ AM റേഡിയോസ് ഒക്കെ കിലോ ഹെർട്സിലാണുള്ളത് അല്ലേ? പണ്ടത്തെ AM റേഡിയോസ് ഇപ്പം അധികം അതായത് ആകാശവാണി ഈ സംഗതികളെല്ലാം പണ്ട് AM റേഡിയോസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ യൂഷ്വലി കേൾക്കാറുള്ളത് FM റേഡിയോസ് ആണ്. FM റേഡിയോസ് ഏത് റേഞ്ചിലാണ്? മെഗാ ഹെർട്സ് റേഞ്ചിലാണ് FM റേഡിയോസ് അല്ലേ? 91.9 മെഗാ ഹെർട്സ് അല്ലേ? ഓരോ റേഡിയോ ചാനലിൻ്റെ ഫ്രീക്വൻസി നമുക്കറിയാം. സോ അത് മെഗാ ഹെർട്സിലാണ് ഇത് വരിക. അതേപോലെ കിലോ ഹെർട്സിലും നമ്മൾ സാധാരണ പണ്ടത്തെ AM റേഡിയോസ് ഉണ്ട്, അതൊക്കെ കിലോ ഹെർട്സിലാണ് വരിക. സോ 10⁻³ to 10⁻⁶ ആ 10⁻³ 10⁻⁶ ആ റേഞ്ചൊക്കെയാണ് ഇത്. കിലോ എന്ന് പറയുമ്പോൾ 10⁻³ മെഗാ എന്ന് പറയുമ്പോൾ 10⁻⁶. അത് നമ്മൾ പ്രാക്ടിക്കലി ആലോചിച്ചാൽ തന്നെ കിട്ടുന്ന റേഞ്ചാണ്. സോ ആ റേഞ്ചിലാണ് നമ്മൾ എന്ത് വരിക? റേഡിയോ വേവ്സ് വരിക. 10⁻⁹ എന്ന് പറയുമ്പോൾ ജിഗാ ഹെർട്സ് ആയിട്ട് മാറി, ഇത് ടെറാ ഹെർട്സ് ആയിട്ട് മാറി അല്ലേ? 10⁻². ആ റേഞ്ചിലല്ല ഏതുള്ളത്?
ആ റേഞ്ചിലല്ല നമ്മുടെ ഫ്രീക്വൻസി റേഞ്ചിലുള്ളത്. ഓക്കെ, 10⁻³ to 10⁻�6, 7 ആ റേഞ്ചിലൊക്കെയാണ് വരും. സോ ദാറ്റ് ഈസ് റോങ്. ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓൾസോ റോങ്. സോ ബി ഈസ് റോങ്. സ്യൂട്ടബിൾ ഫോർ റഡാർ സിസ്റ്റംസ് അല്ല അല്ലേ? സ്യൂട്ടബിൾ നമ്മുടെ NCERT തന്നെ പറഞ്ഞിട്ടുണ്ട്. റഡാർ സിസ്റ്റംസ് എന്താണ്? മൈക്രോവേവ്സ് ആണ് യൂഷ്വലി യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, അത് NCERT പറഞ്ഞിട്ടുണ്ട്. അതേപോലെ യൂസ്ഡ് ഇൻ സെല്ലുലാർ ഫോൺ ട്രാൻസ്മിഷൻ ടു ട്രാൻസ്മിറ്റ് വോയിസ് കമ്മ്യൂണിക്കേഷൻ. അതാണ് ആൻസർ വരിക. സെല്ലുലാർ ഫോൺസിനെല്ലാം നമ്മൾ റേഡിയോ വേവ്സ് ആണ് സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ലോങ് ഡിസ്റ്റൻസിലെല്ലാം മിക്കവാറും റേഡിയോ വേവ്സ് ആയിരിക്കും യൂസ് ചെയ്യുക. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം NCERT എന്നുള്ള സ്ട്രൈറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻസ് ആണ്. ദിസ് ആർ ദി സ്ട്രൈറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻസ് ഫ്രം ദി NCERT. അതുകൊണ്ട് കേരള എൻട്രൻസിനൊക്കെ പോകുമ്പോൾ എന്തായാലും NCERT അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് വായിച്ചിട്ട് പോകണം. കുറേയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ക്ലാസ്സിൽ പഠിച്ച് നമ്മുടെ നോട്ട്സിലും എൻട്രൻസ് ക്ലാസ്സിലും അതേപോലെ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴൊക്കെ കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് കൂടാതെ NCERT അവിടെയും ഇവിടെയും പറയുന്ന ഡാറ്റകൾ സ്ട്രൈറ്റ് ഫോർവേഡായിട്ട് കേരള എൻട്രൻസിനൊക്കെ ചോദിക്കാറുണ്ട്. സോ ഇത് അതിൽപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് അല്ലേ? അതേപോലെ മുമ്പ് നമ്മൾ നേരത്തെ ചെയ്ത വിസ്കോസിറ്റി, ബ്ലഡിൻ്റെ വിസ്കോസിറ്റിയുടെ ഒക്കെ കേസ്, അതൊന്നും സാധാരണ ബുക്സിലൊന്നും പറയാറില്ല. നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യാനൊന്നും നമ്മളധികം ഹെൽപ്പ് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ അതൊക്കെ സ്കിപ്പ് ചെയ്ത് വിടാറാണ് പതിവ്. പക്ഷെ അങ്ങനെയുള്ള മൈന്യൂട്ട് ഡാറ്റകളൊക്കെ എന്താ പറയുക, കേരള എൻട്രൻസിൻ്റെ കീം എൻട്രൻസിന് എന്ത് വരാറുണ്ട്? ക്വസ്റ്റ്യൻസ് സ്ട്രൈറ്റ് ഫോർവേഡായിട്ട് വരാറുണ്ട്. ഓക്കെ, പിന്നെ കീം എൻട്രൻസിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. 72 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇടാൻ പറ്റും. 5-6 ക്വസ്റ്റ്യൻസൊക്കെ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇടാൻ പറ്റും. ബാക്കിയുള്ള എക്സാംസിനൊന്നും അങ്ങനെയല്ല അല്ലേ? ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനൊക്കെ ഇടാനുള്ള 1-2 ക്വസ്റ്റ്യൻസ് മാക്സിമം ഇടാൻ പറ്റുള്ളൂ. JEE ആണെങ്കിൽ 25 ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ ഓരോ ചാപ്റ്ററിൽ നിന്ന് 1-2 ക്വസ്റ്റ്യൻ മാക്സിമം. നീറ്റും അതേപോലെ തന്നെ അത്രയൊക്കെ ഇടാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ അത്രയല്ല, കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഇടാൻ പറ്റുന്നതുകൊണ്ട് ഇങ്ങനത്തെ മൈന്യൂട്ട് ഡാറ്റകളും അവർ ഫാക്ട്സുകളും ചോദിക്കാം. ഓക്കെ, എങ്കിൽ അടുത്തത് ദി ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ദാറ്റ് കോസ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഈസ് ഇൻഫ്രാറെഡ് റേസ് അല്ലേ? ഇൻഫ്രാറെഡ് റേസ് ആണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഉണ്ടാക്കുന്നത്. ഇതൊക്കെ നമുക്ക് അറിയുന്ന സംഗതികളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദി പവർ ഓഫ് എ കറക്റ്റീവ് ലെൻസ് ഈസ് -4 ഡയോപ്റ്റർ. അങ്ങനെയാണെങ്കിൽ ഫോക്കൽ ലെങ്ത് എന്താണ്? ഇപ്പോൾ ഫോക്കൽ ലെങ്ത്തും പവറും തമ്മിലുള്ള എന്താണ്? പവർ ഈസ് 1/4 ഫോക്കൽ ലെങ്ത് ആണ്. ഓർ ഫോക്കൽ ലെങ്ത് ഈസ് 1/4 പവർ എന്ന് വരും. സോ 1/4 എത്രയാണത്? 0.25 എന്ന് വരും. മൈനസ് ഉണ്ട്. സോ -1/4 -0.25 മീറ്റർ ഓർ 25 സെൻറ്റിമീറ്റർ. മൈനസ് ആണ്. മൈനസ് എന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ ബി കോൺകേവ് ലെൻസ് of focal length -25 centimeter. Option B will be the answer. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ്. ഇതിനകത്ത് ഏതാണ് ഇൻകറക്റ്റ് എന്നാണ് ചോദ്യം. ബേസിക്കലി ഈ ക്വസ്റ്റ്യന് ചെറിയൊരു പ്രശ്നമുണ്ട്. ക്ലാരിറ്റി കുറവുണ്ട് ചെറുതായിട്ട്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഈസ് ദി റേഷ്യോ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ 2 മീഡിയ എന്ന് പറഞ്ഞാൽ ബേസിക്കലി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് അല്ലേ? റേഷ്യോ ഓഫ് സ്പീഡ്സ് ഇൻ 2 മീഡിയ എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. പക്ഷേ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നെ അല്ല. എക്സാക്ട്ലി ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സും റിലേറ്റഡ് ആണ് എന്ന് പറഞ്ഞാൽ രണ്ടും എന്തല്ല? സെയിം അല്ല. ഓക്കെ, അത് എന്താണ്? അബ്സോർപ്ഷനൊക്കെ അനുസരിച്ച് അത് എന്താണ് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലോട്ട് പോകുമ്പോൾ എത്രത്തോളം അബ്സോർബ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചൊക്കെ വരും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. സോ ദേ ആർ നോട്ട് എക്സാക്ട്ലി സെയിം ഒന്നുമല്ല. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിലും ഒരു പ്രശ്നമുണ്ട്. ഹോട്ടർ എയർ ഈസ് ലെസ് ഡെൻസ് ദാൻ കൂളർ എയർ. ദാറ്റ് ഈസ് ട്രൂ. Cooler air has higher refractive index than hotter air. That is also true. പക്ഷേ നാലാമത്തെ ഓപ്ഷൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡിക്രീസസ് വിത്ത് എയർ ഡിക്രീസസ് വിത്ത് ഡെൻസിറ്റി. ദാറ്റ് ഓപ്ഷൻ ഈസ് റോങ്. ദാറ്റ്സ് ഈസ് റോങ്. ഇനി അടുത്തത് ഓപ്ഷൻ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഓഫ് എയർ ഇൻക്രീസസ് വിത്ത് ഹൈറ്റ് ഓഫ് എയർ ലെയർ. മുകളിലോട്ട് പോകുന്തോറും ഇപ്പോൾ നമുക്കറിയാം അറ്റ്മോസ്ഫിയറിൻ്റെ കേസിൽ മുകളിലോട്ട് പോകുന്തോറും ടെമ്പറേച്ചർ കുറഞ്ഞു വരികയാണ് ചെയ്യാം. യൂഷ്വലി നമ്മുടെ ട്രോപ്പോസ്ഫിയർ അല്ല, അറ്റ്മോസ്ഫിയറിന് ഒരുപാട് ലെയേഴ്സ് ഉണ്ട്. ട്രോപ്പോസ്ഫിയർ ഉണ്ട്, സ്ട്രാറ്റോസ്ഫിയർ ഉണ്ട്, എക്സോസ്ഫിയർ അല്ലെങ്കിൽ മീസോസ്ഫിയർ, അങ്ങനെ ഒരുപാട് ലെയേഴ്സ് ഉണ്ട്. അപ്പോൾ ട്രോപ്പോസ്ഫിയറിലാണെങ്കിൽ മുകളിലോട്ട് പോകുന്തോറും എന്താണ് സംഭവിക്കുന്നത്? ടെമ്പറേച്ചർ കുറഞ്ഞു വരികയാണ്. കൂളർ എയറാണ് മുകളിലുള്ളത്. പക്ഷേ ബാക്കിയുള്ള ലെയേഴ്സിനടുത്താണെങ്കിൽ അത് നേരെ തിരിച്ചുമാണ് അല്ലേ? ബാക്കിയുള്ള ലെയർ എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റോസ്ഫിയറിൽ മുകളിലോട്ട് പോകുന്തോറും ടെമ്പറേച്ചർ കൂടുകയാണ് ചെയ്യുക. സോ അങ്ങനെ ഇവരെന്താണ് ഉദ്ദേശിച്ചെന്നുള്ളതിനനുസരിച്ച് ഇതിനകത്ത് ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഏതായാലും ഓപ്ഷൻ ഡി തെറ്റാണ്. അതുകൊണ്ട് ഓപ്ഷൻ ഡി എന്തായാലും തെറ്റാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. സോ ഓപ്ഷൻ ഡി ഈസ് റോങ്. ഓപ്ഷൻ ഇയും ഓപ്ഷൻ എയിലും എല്ലാം ഒരു ക്ലാരിറ്റി കുറവുണ്ട്. സോ ഈ ക്വസ്റ്റ്യൻ ചിലപ്പോൾ അവർ ക്യാൻസൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇറ്റ് ക്യാൻ ബി എനി ഓഫ് എ, ഡി ഓർ ഇ. ഓക്കെ, ഇറ്റ് ക്യാൻ ബി എനി ഓഫ് ദിസ്, ബട്ട്
ഡി ഈസ് ഡെഫിനറ്റ്ലി റോങ് ആണെന്ന് പറയാൻ പറ്റും. ഈ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. എയും നമുക്ക് റിലേറ്റഡ് ആണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇറ്റ്സ് നോട്ട് എക്സാക്ട്ലി ഈക്വൽ. ഓക്കെ, സോ തൽക്കാലം ഐ എം മാർക്കിംഗ് ഡി, ബട്ട് ദിസ് ദർ ഇസ് എ ഹൈ ചാൻസ് ദാറ്റ് ദിസ് ക്വസ്റ്റ്യൻ ക്യാൻ ബി ക്യാൻസൽഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A plane wavefront is incident on a thin prism. A thin concave lens has lens and a concave mirror separately. The wavefronts emerging out of these ആണ് ചോദിച്ചത്. ഇപ്പോൾ ഒരു ആദ്യം എന്താണ്, ഒരു കോൺവെക്സ് ലെൻസിലും അല്ല ഒരു പ്രിസം ഉണ്ട്, ഒരു കോൺകേവ് ലെൻസ് ഉണ്ട്, ഒരു കോൺവെക്സ് ലെൻസ് ഉണ്ട്. സോ ഇതിൻ്റെ കേസിൽ വേവ് ഫ്രണ്ടിൻ്റെ ഷേപ്പ് എങ്ങനെയാണ് ഉള്ളത് എന്നാണ് ചോദ്യം, അല്ലേ? സോ ഇപ്പോൾ നമ്മളൊരു പ്രിസം കൺസിഡർ ചെയ്യുകയാണ്, ഒരു പ്ലെയിൻ വേവ് ഇതിനകത്ത് ഇൻസിഡൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹൗ വിൽ ബി ഇതിപ്പോൾ ഒരു പ്ലെയിൻ വേവ് ഇതിനകത്ത് ഇൻസിഡൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് പുറത്തോട്ട് വരുമ്പോൾ നമുക്കറിയാം ഇത് ഇങ്ങനെയൊക്കെ ആയിട്ട് മാറും, സംതിങ് ലൈക്ക് ദിസ് ആയിട്ട് മാറുന്നുണ്ട്, അല്ലേ? സോ വേവ് ഫ്രണ്ട്, പുതിയ വേവ് ഫ്രണ്ടിൻ്റെ ഷേപ്പ് ദാറ്റ് വിൽ ബി സംതിങ് ലൈക്ക് ദിസ്. ദാറ്റ് വിൽ ബി പ്ലാനാർ, അല്ലേ? എങ്ങനെയാണ് വേവ് ഫ്രണ്ടിൻ്റെ ഷേപ്പ് ഉണ്ടാവുക? ദി വേവ് ഫ്രണ്ട് വിൽ ബി പെർപെൻഡിക്കുലർ ടു ദി, ഇതിൻ്റെ ഉള്ളിലൂടെ പോയിട്ട് റിഫ്രാക്ഷൻ സംഭവിക്കും, ഒന്നും കൂടി ബെൻഡിങ് സംഭവിക്കും. സോ വേവ് ഫ്രണ്ടിൻ്റെ ഷേപ്പ് പ്ലാനാർ ആണ്. ഏതിൻ്റെ കേസിൽ? പ്രിസത്തിൻ്റെ കേസിൽ ഇറ്റ് വിൽ ബി അഗെയിൻ പ്ലാനാർ. എങ്ങനെ വേവ് ഫ്രണ്ടിൻ്റെ ഷേപ്പ് കിട്ടുക? ആ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വേവ് ഫ്രണ്ട് ഉണ്ടാവുക. ഓക്കെ, സോ ഇറ്റ് വിൽ ബി പ്ലാനാർ ഇൻ ദി കേസ് ഓഫ് പ്രിസം. കോൺകേവ് ലെൻസിൻ്റെ കേസിലാണെങ്കിലോ, ലെറ്റ്സ് കൺസിഡർ എ കോൺകേവ് ലെൻസ് ലൈക്ക് ദിസ്. അപ്പോൾ നമുക്കറിയാം ഒരു പാരലൽ ബീം ഓഫ് ലൈറ്റ് ഇതിനകത്തോട്ട് വന്ന് ഇൻസിഡൻറ്റ് ചെയ്തു എന്ന് വിചാരിക്കും. ഓക്കെ, നമുക്കറിയാം ഇതിനകത്ത് നിന്ന് പോകുന്ന റേസ് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക, അല്ലേ? ഇതിൻ്റെ പുറത്തോട്ട് വരുന്ന റേസ് ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെ പെർപെൻഡിക്കുലർ ആവണം. അപ്പോൾ ഇവിടെ ഇങ്ങനെ പോകുന്നത് ഇങ്ങനെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ പെർപെൻഡിക്കുലർ ഇങ്ങനെയാണ്, ഇവിടുത്തെ പെർപെൻഡിക്കുലർ ഇങ്ങനെയാണ്, ഇവിടുത്തെ പെർപെൻഡിക്കുലർ ഇങ്ങനെയാണ്, അല്ലേ? അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നാൽ ദി വേവ് ഫ്രണ്ട് വിൽ ബി സംതിങ് ലൈക്ക് ദിസ്, അല്ലേ? വേവ് ഫ്രണ്ട് ഈസ് പെർപെൻഡിക്കുലർ ടു ദി ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ, അല്ലെങ്കിൽ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഈസ് പെർപെൻഡിക്കുലർ ടു ദി വേവ് ഫ്രണ്ട്. അപ്പോൾ താഴെ നിന്ന് വരുന്ന റേ ഇങ്ങനെ വന്ന് പോകുന്നുണ്ടാവും, ഇങ്ങനെ വന്ന് പോകുന്നുണ്ടാവും. സോ പെർപെൻഡിക്കുലർ ആവണമെന്നുണ്ടെങ്കിൽ മുകളിൽ നിന്ന് വരുന്ന റേ ഇങ്ങനെ വന്ന് പോകുന്നുണ്ടാവും. സോ പെർപെൻഡിക്കുലർ ആവണമെന്നുണ്ടെങ്കിൽ ദി വേവ് ഫ്രണ്ട് വിൽ ബി ലൈക്ക് ദിസ്. ഇവിടെ ഇത് പെർപെൻഡിക്കുലർ ആണ്, ഇവിടെ ഇങ്ങനെ പെർപെൻഡിക്കുലർ ആവണം. സോ ഇങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ, അല്ലേ, ഇങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ പെർപെൻഡിക്കുലർ, ഇവിടെ ഇങ്ങനെ പെർപെൻഡിക്കുലർ, ഇവിടെ എങ്ങനെയാണ് പെർപെൻഡിക്കുലർ. അപ്പോൾ ഈ എല്ലാ പെർപെൻഡിക്കുലറും കൂടി നമ്മളിങ്ങനെ കൂട്ടി യോജിപ്പിച്ചാൽ ദിസ് വിൽ ബി സ്ഫെറിക്കൽ. സെയിം ഫോർ കോൺകേവ് മിറർ ആൾസോ. കോൺകേവ് മിററിൻ്റെ കേസിലും ഇങ്ങനെ തന്നെയാണ്. ദി കേസ് ഓഫ് കോൺകേവ് മിറർ ഈസ് ആൾസോ സിമിലർ. അപ്പോൾ കോൺകേവ് മിറർ ആണെങ്കിൽ എങ്ങനെയായിരിക്കും നമുക്കറിയാം. ദി കോൺകേവ് മിറർ ഈസ് ലൈക്ക് ദിസ്. അപ്പോൾ ഇവിടെ ഒരു പാരലൽ ബീം വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വിൽ കം ലൈക്ക് ദിസ്. ഇവിടുന്ന് വരുന്ന റേ ഇങ്ങനെ തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് പോകും, ഇവിടുന്ന് വരുന്നത് ഇങ്ങനെ തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് പോകും, അല്ലേ? സോ ഇവിടെ എല്ലാം പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ പെർപെൻഡിക്കുലർ ഇങ്ങനെയാണ്, ഇവിടുത്തെ പെർപെൻഡിക്കുലർ ഇങ്ങനെയാണ്, ഇവിടുത്തെ പെർപെൻഡിക്കുലർ ഇൻ ബിറ്റ്വീൻ ഉള്ളതെല്ലാം കൂടി കൂട്ടി യോജിപ്പിക്കുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് എ വേവ് ഫ്രണ്ട് ലൈക്ക് ദിസ്. സോ ഇറ്റ് ഈസ് സ്ഫെറിക്കൽ ഇൻ ദി കേസ് ഓഫ് കോൺവെക്സ് ലെൻസ് ആൻഡ് കോൺകേവ് മിറർ. ഇൻ ദി കേസ് ഓഫ് പ്രിസം ഇറ്റ് ഈസ് പ്ലെയിൻ. പ്ലെയിൻ്റെ കേസിൽ ഇതൊരു prismatic case it will be planar. So option E will be the answer. The next question, in a Young's double slit experiment, setup is immersed in a liquid of refractive index mu. The fringe width of the interference pattern observed is beta. When the experiment is performed in air medium with the same experimental setup, the fringe width of the pattern will be. അപ്പോൾ യങ്സ് ഡബിൾ സ്ലിറ്റ് YDSയിൽ സെറ്റപ്പ് ഈസ് ഇമേഴ്സ്ഡ് ഇൻ എ ലിക്വിഡ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ. ദി ഫ്രിഞ്ച് വിഡ്ത്ത് ഈസ് ബീറ്റ. അപ്പോൾ മീഡിയത്തിലെ ഫ്രിഞ്ച് വിഡ്ത്താണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ലിക്വിഡിലെ ഫ്രിഞ്ച് വിഡ്ത്താണ് ബീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, വെൻ ദി എക്സ്പെരിമെൻറ്റ് ഈസ് പെർഫോംഡ് ഇൻ ദി എയറിൽ പെർഫോം ചെയ്യുമ്പോൾ വാട്ട് വിൽ ബി ദി ഫ്രിഞ്ച് വിഡ്ത്ത് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ മീഡിയത്തിലെ ബീറ്റ എന്ന് പറയുന്നത് നമുക്കറിയാം, ആ മീഡിയത്തിലെ ലാംഡ ഡാഷ് ഇൻറ്റു d/d ആണ്. ഇപ്പോൾ ഒരു വെള്ളത്തിൽ ഇൻസേർട്ട് ചെയ്യുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലിക്വിഡിൽ ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ ഫ്രിഞ്ച് വിഡ്ത്തിൻ്റെ ഇക്വേഷൻ ലാംഡ d/d ആണ്. വേറെ ലാംഡ എന്ത് ചെയ്യണം? ആ മീഡിയത്തിലുള്ള ലാംഡ ആയിരിക്കണം. സോ അപ്പോൾ ആ മീഡിയത്തിലുള്ള ലാംഡനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ലാംഡ ഡാഷ് ഈസ് ഈക്വൽ ടു എയറിലുള്ള ലാംഡ ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചെയ്താൽ മതി. സോ ദിസ് ഈസ് ലാംഡ d/d എന്ന് വരും, ബൈ മ്യൂവും കൂടി വരും. ഓക്കെ, ലാംഡ ഡാഷ് ഈസ് ലാംഡ എയർ ബൈ മ്യൂ ആണ്.
സോ ദിസ് ഈസ് ബീറ്റ. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് ലാംഡ ഡി ബൈ ഡി എയറിലുള്ള അല്ലേ, എയറിലുള്ള ലാംഡ ഡി ബൈ ഡി ആണ് വേണ്ടത്. ലാംഡ ഡി ബൈ ഡി ഇൻ എയർ അതെന്താണ്? മ്യൂ ടൈംസ് ബീറ്റ ആയിരിക്കും. ഓക്കെ, ദാറ്റ് വിൽ ബി മ്യൂ ടൈംസ് ബീറ്റ. ക്ലിയർ ആണോ? സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ. അപ്പോൾ നേരെ തിരിച്ച് ചോദിക്കാം, നേരെ എയറിലുള്ളത് ബീറ്റയും അങ്ങനെയാണെങ്കിൽ ലിക്വിഡിലുള്ള എന്തായിരിക്കും? ബീറ്റ ബൈ മ്യൂ ആയിരിക്കും. ഇവിടെ ചോദിച്ചത് അങ്ങനെയല്ല. ലിക്വിഡിലുള്ളത് ബീറ്റ ആണെങ്കിൽ എയറിലുള്ളത് എന്തായിരിക്കും എന്നാണ് ചോദ്യം. എയറിലുള്ളത് മ്യൂ ടൈംസ് ബീറ്റ ആയിരിക്കും. ഓക്കെ, സോ ഓപ്ഷൻ ഡി വിൽ ബി ദി ആൻസർ. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, two rays of light A and B are falling on a glass slab at the angles of incidence 45 degree and 60 degree. If the reflected rays of A is partially polarized and that of B is completely polarized, then the refractive index is. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ബി എന്താണ്? കംപ്ലീറ്റ്ലി പോളറൈസ്ഡ് ആണ്. പാർഷ്യലി പോളറൈസ്ഡ് നമ്മൾ നോക്കണ്ട, കംപ്ലീറ്റ്ലി പോളറൈസ്ഡ് നോക്കിയാൽ മതി. അപ്പോൾ കംപ്ലീറ്റ്ലി പോളറൈസ്ഡ് ആവുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഏതാവുമ്പോഴാണ്? റിഫ്ലക്റ്റഡ് ലൈറ്റ് കംപ്ലീറ്റ്ലി പോളറൈസ്ഡ് ആവുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 60 ഡിഗ്രി ആകുമ്പോഴാണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 60 ഡിഗ്രി ആകുമ്പോഴാണ് റിഫ്ലക്റ്റഡ് ലൈറ്റ് കംപ്ലീറ്റ്ലി പോളറൈസ്ഡ് ആവുന്നത്. സോ ദിസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് കോൾഡ് ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ നമ്മൾ പറയാറുണ്ട് അല്ലേ? ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് പോളറൈസേഷൻ എന്നൊക്കെ പറയാം. സോ ബ്രൂസ്റ്റേഴ്സ് തിയറം നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇസ് നത്തിങ് ബട്ട് ടാൻ ഐ പി എന്ന് പഠിച്ചിട്ടുണ്ടാവും. വേർ ഐ പി ഇസ് ദി ആംഗിൾ ഓഫ് പോളറൈസേഷൻ ഓർ ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ടാൻ ഓഫ് 60 ഡിഗ്രി, കംപ്ലീറ്റ്ലി പോളറൈസ്ഡ് ആവുന്ന ആംഗിൾ. അപ്പോൾ ബ്രൂസ്റ്റേഴ്സ് ആംഗിളിൽ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് പോളറൈസേഷനിൽ വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദി റിഫ്ലക്റ്റഡ് ലൈറ്റ് വിൽ ബി കംപ്ലീറ്റ്ലി പോളറൈസ്ഡ്, ഫുള്ളി പോളറൈസ്ഡ് ആയിരിക്കും. സോ ദിസ് ഇസ് നത്തിങ് ബട്ട് √3 tan 60 ഡിഗ്രി √3 ആണ് 1.73 എന്ന് വരും ആൻസർ. സോ ഓപ്ഷൻ ഇ വിൽ ബി ദി ആൻസർ. ഓപ്ഷൻ ഇ ആണ് അതിൻ്റെ ആൻസറായിട്ട് വരിക. നൗ നെക്സ്റ്റ് ഈസ് question number 15. The momenta of proton, neutron and electron are in the ratio 3:2:1 and the respective ratio of their de Broglie wavelength is. ഇപ്പോൾ മൊമെൻറ്റത്തിൻ്റെ റേഷ്യോ വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡി ബ്രോയി വേവ് ലെങ്ത്തിൻ്റെ റേഷ്യോ ആണ് ചോദിച്ചത്. സോ നമുക്കറിയാം ഡി ബ്രോയി വേവ് ലെങ്ത് എന്ന് പറയുന്നത് ലാംഡ ഇസ് ഈക്വൽ ടു h/p ആണ്. സോ ഇറ്റ് ഈസ് ഇൻ ദി ഇൻവേഴ്സ് റേഷ്യോ ഓഫ് മൊമെൻറ്റം. ലാംഡ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മൊമെൻറ്റം ആണ്. So lambda of proton is to lambda of neutron is to lambda of electron are in the ratio of inverse ratio of their momentum. It is in the inverse ratio of their momentum. 1/p neutron, 1/p proton is to 1/p neutron is to 1/p electron. It is in the inverse ratio. So this is in the ratio of 1/3 is to 1/2 is to 1/1 എന്ന് വരും. സോ ഇത് ഡിനോമിനേറ്ററിലാണ് ആ റേഷ്യോ ഉള്ളത്. സോ ഈ റേഷ്യോ കോമൺ ആക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ഒരു എന്താ പറയുക ഫ്രാക്ഷനിലുള്ള റേഷ്യോ ഒഴിവാക്കാനായിട്ട് റേഷ്യോന് ഒരു കോമൺ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും റേഷ്യോ മാറാൻ പോകുന്നില്ല. സോ അവരുടെ LCM കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. സോ LCM ഈസ് 6. സോ 6 കൊണ്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ ഇത് എന്ത് വരും? അല്ല, ത്രൂ ഔട്ട് 6 കൊണ്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ ഇറ്റ് വിൽ ബി 2:3:6 എന്ന് വരും അല്ലേ? ഇറ്റ് വിൽ ബി 2:3:6. So the answer will be 2:3:6. Option B will be the answer. Clear? Okay. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, ദി മെറ്റീരിയൽ ദാറ്റ് ഈസ് നോട്ട് ഫോട്ടോസെൻസിറ്റീവ് ടു വിസിബിൾ ലൈറ്റ് ഈസ്. നമ്മൾ ഫോട്ടോസെൻസിറ്റീവ് മെറ്റീരിയൽസ് നമ്മൾ ഡുവൽ നേച്ചർ ഓഫ് മാറ്ററിനകത്ത് പഠിച്ചിട്ടുണ്ടാവും. വിസിബിൾ ലൈറ്റ് വർക്ക് ഫംഗ്ഷൻ കൂടുതലാണെങ്കിൽ ദി മെറ്റീരിയൽ വിൽ നോട്ട് ബി ഫോട്ടോസെൻസിറ്റീവ്. ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട് ടു റിമൂവ് ദി ഇലക്ട്രോൺസ്. അപ്പോൾ ഇതിനകത്ത് സീഷ്യം, സോഡിയം, റുബീഡിയം, പൊട്ടാഷ്യം ഇവരെല്ലാം എന്താണ്? ഫസ്റ്റ് ഗ്രൂപ്പിലെ എലമെൻറ്റ്സ് ആണ്. ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻറ്റ്സ് ആണ് അല്ലേ? നമ്മുടെ പീരിയോഡിക് ടേബിളിലെ ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്ന എലമെൻറ്റ്സ് ആണ്. ദേ ക്യാൻ ഈസിലി എന്താണ് റിമൂവ് ദി ഇലക്ട്രോൺസ്, അല്ലെങ്കിൽ അവരിൽ നിന്നും ഇലക്ട്രോണെ റിമൂവ് ചെയ്യാൻ ഇറ്റ് ഈസ് വെരി ഈസി. സോ നോർമൽ എനർജിയുള്ള ഫോട്ടോൺസിനും എന്ത് ചെയ്യാൻ പറ്റും? അവർ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻറ്റ്സിൽ നിന്നും ഇറ്റ് ഈസ് വെരി ഈസി ടു റിമൂവ് ദി ഇലക്ട്രോൺസ് ഫ്രം ദി ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻറ്റ്സ്. ബട്ട് കാഡ്മിയം എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ഒരു ഡി ബ്ലോക്ക് എലമെൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു സിങ്കിൻ്റെ താഴെ വരുന്നതാണ് കാഡ്മിയം അല്ലേ? സോ അതൊരു എന്താ പറയുക 4d10 കോൺഫിഗറേഷനൊക്കെയാണ് അതിനകത്ത് വരുന്നത്. സോ ഇറ്റ്സ് എ സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉള്ളതാണ് കാഡ്മിയം എന്ന് പറയുന്നതൊക്കെ ഏകദേശം. സോ ഇറ്റ് വിൽ ബി മച്ച് മോർ ഡിഫിക്കൽട്ട് ടു റിമൂവ് ദി ഇലക്ട്രോൺ. സോ വിസിബിൾ ലൈറ്റിൻ്റെ എനർജി ഒന്നും വെച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് അവിടെ ഉണ്ടാവില്ല, ഇലക്ട്രോണെ റിമൂവ് ചെയ്യാൻ പറ്റില്ല. സോ ദി ആൻസർ വിൽ ബി ഓപ്ഷൻ ഡി. ബാക്കിയെല്ലാം ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻറ്റ്സ് ആണ്. ഓക്കെ.
കാഡ്മിയം ആയിരിക്കും ആൻസർ വരും. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, ദി എനർജി ഇക്വലൻ്റ് ഓഫ് 5 gram ഓഫ് സബ്സ്റ്റൻസസ്. വളരെ സ്ട്രൈറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ ആണ്. എനർജി ഇക്വലൻസ് ഐൻസ്റ്റൈൻസ് മാസ് എനർജി ഇക്വലൻസ് വെച്ച് ചെയ്യേണ്ടതാണ്. E=mc² ആണ്. അപ്പോൾ എം എന്ന് പറയുന്നത് 5 gram ആണ്. സോ 5 × 10⁻³ കിലോഗ്രാം വരും. c² എന്ന് പറയുമ്പോൾ 3 × 10⁸ ദി ഹോൾ സ്ക്വയർ. സോ 5 × 10⁻³ ഇൻറ്റു 9 × 10⁻16 വരും. സോ 5 ഇൻറ്റു ഇത് വരുമ്പോൾ 45 × 10⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻13 എന്ന് വരും. ഓർ 4.5 × 10⁻14 joules എന്ന് കിട്ടും അല്ലേ, 14. സോ ഓപ്ഷൻ സി വിൽ ബി ദി ആൻസർ. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, അതൊക്കെ സ്ട്രൈറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ന്യൂക്ലിയർ ഡെൻസിറ്റി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാസ് നമ്പർ ഓഫ് ദി ന്യൂക്ലിയസ്. ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ. ഇൻകറക്റ്റ് ആണ് ചോദിച്ചത്. ഡെൻസിറ്റി ഓഫ് ആൾ ദി ന്യൂക്ലിയർ ആർ ആൾമോസ്റ്റ് സെയിം. ഓക്കെ, എല്ലാ ന്യൂക്ലിയസിൻ്റെയും ഡെൻസിറ്റി ആൾമോസ്റ്റ് 2.3 ഇൻറ്റു അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് 2.3 × 10⁻17 kg/m³ ആണ് ദി ഡെൻസിറ്റി ഓഫ് ആൾ ദി ന്യൂക്ലിയർ. ആൾമോസ്റ്റ് ഇതിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാം, ബട്ട് ഇറ്റ് ഈസ് ആൾമോസ്റ്റ് എ കോൺസ്റ്റൻറ്റ്. ഡെൻസിറ്റി ഓഫ് ആൾ ദി ന്യൂക്ലിയർ ആർ ആൾമോസ്റ്റ് സെയിം. Average binding energy per nucleon is very high for light nuclei. That statement, is it right? No, it's wrong. This statement is wrong. This will be the answer. Okay. So ഇതിനകത്ത് നോക്കുമ്പോൾ നമുക്കറിയാം ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ അല്ലെങ്കിൽ ആവറേജ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോണിൻ്റെ ഒക്കെ ഗ്രാഫ് നിങ്ങൾ NCERT കണ്ടിട്ടുണ്ടാവും ന്യൂക്ലിയ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ കേസിൽ. സോ ഏറ്റവും കൂടുതൽ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഉള്ളത് അയൺ 56-നാണ്. അയൺ 56 ഹാസ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ മാക്സിമം. സോ ഏറ്റവും ലൈറ്റർ ന്യൂക്ലിയസിനും അതായത് ഇവിടേക്കുള്ള ഹൈഡ്രജൻ, ഹീലിയം, ഇവർക്കെല്ലാം ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കുറവാണ്. അതേപോലെ വെരി ഹെവിയർ ന്യൂക്ലിയസ് ആകുമ്പോഴും ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കുറവായിരിക്കും. ഓക്കെ, സോ ഇനീഷ്യലി ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ വളരെ കുറവാണ്. പിന്നെ അതെന്ത് ചെയ്യുന്നു, പിന്നെ അത് കൂടി വന്നിട്ട് അല്ലേ, ഇനീഷ്യലി ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ, ഇപ്പോൾ ഈ റീജിയനിലൊക്കെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്താണ്, കുറവാണ്. അങ്ങനെ കൂടി വരികയാണ്, മാക്സിമത്തിൽ എത്തുന്നു, പിന്നെ അതെന്ത് ചെയ്യുന്നു, കുറഞ്ഞു വരുന്നു. ഓക്കെ, സോ ലൈറ്റർ ആണെങ്കിലും വെരി ഹെവി ആണെങ്കിലും ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ റിലേറ്റീവ്ലി കുറവാണ്, ലൈറ്ററിന് വളരെ കുറവാണ്. സോ അതുകൊണ്ടാണ് ന്യൂക്ലിയർ ഫ്യൂഷനും ഫിഷനും എല്ലാം നടക്കുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഓപ്ഷൻ ബി ഈസ് റോങ്. വെരി ഹൈ അല്ല, ഇറ്റ് ഈസ് വെരി ലെസ് ഫോർ ലൈറ്റർ ന്യൂക്ലിയസ് ലൈക്ക് ഹൈഡ്രജൻ. ഇനി ന്യൂക്ലിയർ ഫോഴ്സസ് ആർ സ്ട്രോങ്ങസ്റ്റ് ഇൻ നേച്ചർ. ദാറ്റ് ഈസ് ട്രൂ. ഇറ്റ് ഈസ് മച്ച് സ്ട്രോങ്ങർ ദാൻ ഇലക്ട്രോമാഗ്നറ്റിക് ആൻഡ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. In a radioactive nucleus, half period is directly proportional to its mean life. That is also true. അല്ലേ, അപ്പോൾ ഹാഫ് ലൈഫും ഉണ്ട്, മീൻ ലൈഫും ഉണ്ട്. ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് എന്താണ്, T½ എന്ന് പറയുന്നത് ln2/λ ആണ്, ഓർ 0.693/λ ആണ്. T ആവറേജ് അല്ലെങ്കിൽ മീൻ ലൈഫ് എന്ന് പറയുന്നത് എന്താണ്, 1/λ ആണ്. സോ ഡിവൈഡ് ചെയ്ത ഒരു കോൺസ്റ്റൻ്റ് ആണ് കിട്ടുക. അല്ലേ, ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ആണ്. ബോത്ത് ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു λ, where λ is the decay constant. So that statement is also true. Becquerel is the SI unit of radioactivity. That is also true. Okay, straightforward question ആണ് ഇതെല്ലാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ ബോർ ആറ്റം മോഡൽ the total energy of electron in a hydrogen atom is minus 3.4 electron volts. Then its angular momentum about the nucleus is. Okay, so ബോറിൻ്റെ സെക്കൻഡ് പോസ്റ്റുലേറ്റ് നമുക്കറിയാം ആംഗുലാർ മൊമെൻറ്റം ഈസ് കോണ്ടൈസ്ഡ് എന്നാണ് അല്ലേ. കോണ്ടൈസേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം ആണ് സെക്കൻഡ് പോസ്റ്റുലേറ്റ് ഓഫ് ബോർ എന്ന് പറയുന്നത്. സോ L = NH/2π. ഇതാണ് ബോറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോസ്റ്റുലേറ്റ് അല്ലേ. അപ്പോൾ ഇതിനകത്ത് N കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വി ക്യാൻ ഫൈൻഡ് ദി ആംഗുലാർ മൊമെൻറ്റം. സോ N എങ്ങനെ കണ്ടുപിടിക്കാം, ദേ ഹാവ് ഗിവൺ ദി എനർജി. ഇപ്പോൾ എനർജി ഓഫ് ഓർബിറ്റിൻ്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. -13.6 × Z²/n² ആണ്. ഹൈഡ്രജൻ ആറ്റം ആയതുകൊണ്ട് സെഡിൻ്റെ വാല്യൂ 1 ആണ്. സോ Z² വിൽ ബി 1. സോ -13.6/n² ഇലക്ട്രോൺ വോൾട്സ് എന്ന് വരും. ദിസ് ഈസ് നത്തിങ് ബട്ട് -3.4 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ n² = -13.6 ഡിവൈഡഡ് ബൈ 3.4. മൈനസും പോകും. ഓക്കെ, സോ ദാറ്റ് വിൽ ബി 4. n² 4 ആണ്. ദാറ്റ് മീൻസ് n = 2 എന്ന് വരും. n² 4 ആണെങ്കിൽ n എത്രയാണ്, 2 ആണ് അല്ലേ, റൂട്ട് എടുത്താൽ മതി. സോ L = NH/2π ആണ്. സോ ദാറ്റ് വിൽ ബി 2 × h/2π എന്ന് വരും. 2 പോവുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി h/π. ഓക്കെ, ഇറ്റ് വിൽ ബി h/π itself. സോ ദി ആൻസർ വിൽ ബി ഓപ്ഷൻ എ itself. ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. ക്ലിയർ, സ്ട്രൈറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻസ് ആണ്, അല്ലാതെ വളരെ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല.
ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എ ന്യൂക്ലിയർ റിയാക്ടർ ദി റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ഫിഷൻ പ്രൊഡ്യൂസ്ഡ് ഇൻ എ ഗിവൻ ജനറേഷൻ of neutrons to the number of fissions of the preceding generation is known as. അപ്പോൾ അത് മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ എന്നാണ് നമ്മൾ അതിനെ പറയാറുള്ളത്. ക്വാളിറ്റി ഫാക്ടർ എന്ന് പറയാറില്ല. ക്വാളിറ്റി ഫാക്ടർ നമുക്കറിയാം എ സിയിലുള്ളതാണ്, ബാക്കിയൊക്കെ ഇതിലുള്ളതാണ്. സോ ഇറ്റ് ഈസ് കോൾഡ് മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ അല്ലേ. അതായത് ഇപ്പോൾ നമുക്കറിയാം ചെയിൻ റിയാക്ഷനിൽ നടക്കുകയാണ്. ചെയിൻ റിയാക്ഷൻ യുറേനിയം ഉണ്ട്. ആദ്യം നമ്മളൊരു ന്യൂട്രോൺ കൊടുത്താൽ യൂഷ്വലി 2 or 3 യുറേനിയം അതിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വരും. 2 or 3 ന്യൂട്രോൺസ് അതിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വരും. ചിലപ്പോൾ 3 ആവും, ചില റിയാക്ഷനിൽ 3 ആണ്, ചില റിയാക്ഷനിൽ 2 ആണ്, വട്ടവർ. അപ്പോൾ ഈ ന്യൂട്രോൺസ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, അടുത്ത സ്റ്റേജിൽ എന്ത് ചെയ്യും, അടുത്ത റിയാക്ഷൻ നടക്കും. അപ്പോൾ അടുത്ത സ്റ്റേജിലും അങ്ങനെ വരും. അപ്പോൾ ഇവിടെ ആക്ച്വലി ഒരു സ്റ്റേജിൽ ഇതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അബ്സോർബ് ചെയ്യുന്നുണ്ടെങ്കിൽ, എല്ലാ ന്യൂട്രോണേയും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സ്റ്റേജിലുള്ളതിൻ്റെ ഡബിൾ ആയിരിക്കും അടുത്ത സ്റ്റേജിൽ പോവുക. 3 ന്യൂട്രോൺ വരികയാണെങ്കിൽ ഒരു സ്റ്റേജിൽ എന്താണോ ഉള്ളത് അതിൻ്റെ ഡബിൾ ആയിരിക്കും അടുത്ത സ്റ്റേജിൽ നടക്കുന്ന നമ്പർ ഓഫ് ഫിഷൻസ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ സി വിൽ ബി ദി ആൻസർ. ഓക്കെ, എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. ദി സ്പെഷ്യൽ പർപ്പസ് ഡയോഡ് വർക്കിംഗ് അണ്ടർ ഫോർവേഡ് ബയാസ് ഇസ് ആർ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് സെനർ ഡയോഡ് ആൻഡ് LED പറയുന്നത്. സെനർ ഡയോഡ് നമുക്കറിയാം റിവേഴ്സ് ബയാസ് ആണ്, LED ഫോർവേഡ് ബയാസ് ആണ് അല്ലേ. ഫോട്ടോ ഡയോഡ് ആൻഡ് LED. സോ ഫോട്ടോ ഡയോഡും റിവേഴ്സ് ബയാസ് ആണ്. സെനർ ഡയോഡ് ആൻഡ് സോളാർ സെൽ, സെനർ ഡയോഡ് റിവേഴ്സ് ബയാസ് ആണ്. സോ LED ഈസ് ദി ഓൺലി ആൻസർ അല്ലേ. LED ആണ് ഇതിനകത്ത് ഫോർവേഡ് ബയാസിൽ വരുന്നത്. ഓക്കെ, ഫോർവേഡ് ബയാസ് ആണ് ചോദിച്ചത്. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. ദി പൊട്ടൻഷ്യൽ അറ്റ് A ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ദി പൊട്ടൻഷ്യൽ അറ്റ് B, ദെൻ ദി ഈക്വലന്റ് റെസിസ്റ്റൻസ് ഓഫ് ദി സർക്യൂട്ട് AB ഈസ്. അപ്പോൾ ഇവിടെ ഹയർ പൊട്ടൻഷ്യൽ ആണ് അല്ലേ, പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെ നെഗറ്റീവ് ഇടാം. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്കറിയാം ഈ 2 PN ജംഗ്ഷൻസ് എന്തുണ്ട്, ദീസ് ആർ ഫോർവേഡ് ബയാസ്ഡ്. രണ്ടും ഫോർവേഡ് ബയാസ്ഡിലാണ്. കാരണം P സൈഡാണ് ഹയർ പൊട്ടൻഷ്യൽ ഏതിനേക്കാളും, N സൈഡിനേക്കാളും. സോ ഇറ്റ് ഈസ് എ ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷൻ. അപ്പോൾ അതുകൊണ്ട് അവരെന്ത് ചെയ്യും, ദേ വിൽ കണ്ടക്ട്. അപ്പോൾ അവർ കണ്ടക്ട് ചെയ്യും. അപ്പോൾ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ റെസിസ്റ്റൻസ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ദേ വിൽ ഓഫർ നോ റെസിസ്റ്റൻസ്, ഐഡിയൽ ഡയോഡ്സ് ആണെങ്കിൽ. So the circuit will become like this. The circuit will become like this. So 3, 2 and 6 and 4 നടുവിൽ 4 ohm ആണ്. സോ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇറ്റ്സ് എ വീസ്റ്റോൺസ് ബ്രിഡ്ജ് അല്ലേ. ഇതൊരു വീസ്റ്റോൺസ് ബ്രിഡ്ജ് ആണെന്ന് മനസ്സിലാവും. കാരണം എന്താണ് 3/6 = എന്താണ് 2/4 ആണ് അല്ലേ. 3/6 = 2/4 which is equal to 1/2 ആണ്. So it's a Wheatstone's bridge, and the Wheatstone's bridge is a balanced Wheatstone's bridge because 3/6 is equal to 2/4 ആണ്. So it's a balanced Wheatstone's bridge. അപ്പോൾ ബാലൻസ്ഡ് Wheatstone's bridge ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ നടുവിലുള്ള സെഗ്മെൻറ്റ് ഒഴിവാക്കാം. അപ്പോൾ നടുവിലുള്ള സെഗ്മെൻറ്റ് ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി 3ഉം 6ഉം മുകളിലുണ്ടാവും, താഴെ 4ഉം 2ഉം ഉണ്ടാവും, 2ഉം 4ഉം ഉണ്ടാവും. സോ മുകളിൽ എത്രയാണ്, മുകളിൽ 9 വരും, താഴെ 6 വരും. സോ R ഇക്വലൻ്റ് എന്താണ്, R1 R2 അല്ലേ. മുകളിൽ എത്രയാണ് 9 × 6 / 9 + 6. സോ ദാറ്റ് വിൽ ബി 36/15 എന്നൊക്കെ വരും. സോ ദാറ്റ് വിൽ ബി 36/15 എത്രയാണ്, 9 × 6 ആണ്, 9 × 6 എത്രയാണ് 54 അല്ലേ. 54/15 ആണ്, ഇറ്റ്സ് നോട്ട് 36/15. 54/15, how much is it? So it will be 3 point something. Okay, how much is it? 3.6 will be the answer. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. When light falls on a solar cell, the generation of EMF happens due to എന്താണ്, the generation of EMF happens due to, ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്, ജനറേഷൻ ഓഫ് ഇലക്ട്രോൺ ഹോൾ പെയർ ഉണ്ട്, പിന്നെ അതിനെ സെപ്പറേറ്റ് ചെയ്യണം, പിന്നെ അതിനെ എന്ത് ചെയ്യണം, കളക്ട് ചെയ്യണം അല്ലേ. സെപ്പറേഷനും കളക്ഷനും എല്ലാം കൂടിയുണ്ട്. ഓക്കെ, സോ ജനറേഷൻ, സെപ്പറേഷൻ ആൻഡ് കളക്ഷൻ ഓഫ് ഇലക്ട്രോൺ ഹോൾ പെയർസ് ഉണ്ട്. സോ ഓപ്ഷൻ ഡി വിൽ ബി ദി ആൻസർ. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദി ലോജിക് ഗേറ്റ്സ് ആർ ഗിവൺ ദി ഇൻപുട്സ് A = 0, B = 1 and A = 1, B = 0 in case B. Okay, case A A = 0, B = 1 ആണ്. The gate is given an output of Y = 1 for both cases. അപ്പോൾ ഒന്ന് 0യും മറ്റേത് 1 ആകുമ്പോഴും മറ്റേത് 0 1 ആകുമ്പോഴും ഔട്ട്പുട്ട് എന്താണ്, ഔട്ട്പുട്ട് 1 ആണ് രണ്ട് കേസിൽ അല്ലേ. എക്ക് 0, ബിക്ക് 1 കൊടുക്കുന്നു. ഇനി എക്ക് 1, ബിക്ക് 0 കൊടുത്താലും ഔട്ട്പുട്ട് 1 ആണ്.
സോ ഡെഫിനറ്റ്ലി വൺ ഓപ്ഷൻ ഈസ് ഓർ ഗേറ്റ്. ഓർ ഗേറ്റ് ആണ് നമുക്ക് ഉറപ്പാണ്. ഓറിന് എന്ത് ചെയ്താൽ മതി, ഏതെങ്കിലും ഒന്ന് 1 ആയാൽ മതി. ഏതെങ്കിലും ഒന്ന് ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും, അല്ലെങ്കിൽ ഹൈ ആയിരിക്കും, അല്ലേ? അതാണ് ഓർ ഗേറ്റ് ആണ്. സോ വൺ ഓഫ് ദി ഓപ്ഷൻ ഈസ് ഓർ. ഏതെങ്കിലും ഒന്ന് ഓർ ആണെന്ന് നമുക്ക് ഉറപ്പാണ്. സോ ഇറ്റ് ക്യാൻ ബി എയ്തർ എ ഓർ ബി. ബിയോ എയോ ആവുള്ളൂ, അല്ലേ? ഇറ്റ് വിൽ ബി എയ്തർ എ ഓർ ബി. സോ പക്ഷേ എ അല്ലാന്ന് നമുക്ക് ഉറപ്പാണ്. ആൻഡ് ഗേറ്റ് ആണെന്നുണ്ടെങ്കിൽ രണ്ടും 1 ആണെങ്കിൽ ആൻഡിൽ എന്ത് വരുള്ളൂ? രണ്ടും 1 ആണെങ്കിൽ ആൻഡിൽ ഔട്ട്പുട്ട് 1 കിട്ടുള്ളൂ. സോ ആൻഡ് അല്ലാന്ന് ഉറപ്പാണ്. സോ ആൻഡ് അല്ലെങ്കിൽ പിന്നെ ആകെയുള്ള ഓപ്ഷൻ ബി ആണ്. നാൻഡ് ഗേറ്റിന് എന്തായിരിക്കും അപ്പോൾ? നാൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ ആൻഡ് ഗേറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ആൻഡിൽ എന്താ കിട്ടുക? ആൻഡിൽ എന്താ കിട്ടുക ഓപ്ഷൻസ്? ആൻഡിൽ 0 1 0 ആയിരിക്കും, 1 0 0 ആയിരിക്കും ആൻഡ് ഗേറ്റ്. അപ്പം നാൻഡ് ഗേറ്റിൽ എന്തായിരിക്കും? നാൻഡ് ഗേറ്റിൽ അത് 1 1 ആയിരിക്കും വരും. സോ ഓപ്ഷൻ ബി ആണ്. നാൻഡ് ഗേറ്റിൻ്റെ കൂടി ചെക്ക് ചെയ്താൽ മതി. ചെക്ക് ചെയ്യണമെന്നില്ല ശരിക്കും, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഉറപ്പാണ് നമുക്ക് എന്ത് കിട്ടും? ഓർ ഗേറ്റ് ഉണ്ടെന്ന് നമുക്കറിയാം, അല്ലേ? ഓർ ഗേറ്റ് ഉണ്ടെന്ന് നമുക്കറിയാം. കാരണം ഓറിനാണ് എന്ത് വരിക? ഓറിനാണ് ഏതെങ്കിലും ഒന്ന് ഔട്ട്പുട്ട് വരുമ്പോൾ, ഏതെങ്കിലും ഒന്ന് ഹൈ ആകുമ്പോൾ, അല്ലേ? 0 1 1 0 1 1 ഏതായാലും മതി. ഏതെങ്കിലും ഒരെണ്ണം എങ്കിലും ഹൈ ആയാൽ വി വിൽ ഗെറ്റ് ഹൈ ഔട്ട്പുട്ട്. അതാണ് ഓർ ഗേറ്റ്. സോ ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം ആകുമ്പോൾ തന്നെ ഔട്ട്പുട്ട് ഹൈ അല്ലെങ്കിൽ 1 കിട്ടുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ഓർ ഗേറ്റ്. ഓർ ഗേറ്റ് ആണ്. അപ്പോൾ എ ഓർ ബി ആണെന്ന് ഉറപ്പിച്ചു. ഇനി അതിനകത്ത് ആൻഡ് അല്ല എന്ന് ഉറപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നേരിട്ട് പിന്നെ ബി ആണെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ കൺഫേം ചെയ്യാൻ വേണ്ടി വേണമെങ്കിൽ ആൻഡും കൂടി നോക്കാമെന്ന് മാത്രം. പക്ഷേ എക്സാമിന് അതിനുള്ള സമയം നമുക്ക് ഉണ്ടാവില്ല, അല്ലേ? എക്സാമിന് 72 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 120 ക്വസ്റ്റ്യൻസ് വിത്തിൻ എ സ്മോൾ ടൈം നമുക്ക് ചെയ്യാനുണ്ട്. സോ നമ്മൾ ഉറപ്പിക്കാനൊന്നും നിൽക്കണ്ട, ചെയ്ത് പോവുകയാണ് ചെയ്യാം. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 60. ദി മിനിമം ലെങ്ത് ഓഫ് ഡൈപോൾ ആൻറ്റിന ഫോർ എ കാരിയർ വേവ് ഫ്രീക്വൻസി ഓഫ് 200 MHz ഈസ് നിയർലി. സോ ഡൈപോൾ ആൻറ്റിനയുടെ മിനിമം ലെങ്ത് ആണ്. മിനിമം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, വാട്ട് ഈസ് ദി മിനിമം ലെങ്ത് ഓഫ് ഡൈപോൾ ആൻറ്റിന എന്നാണ് ചോദ്യം. അപ്പോൾ NCERT പറഞ്ഞിട്ടുണ്ട് ഡൈപോൾ ആൻറ്റിനക്ക് അറ്റ്ലീസ്റ്റ് ലെങ്ത് എത്ര വരണം? അറ്റ്ലീസ്റ്റ് ലെങ്ത് എത്രയാണ്? ദി അറ്റ്ലീസ്റ്റ് ലെങ്ത് ഈസ് λ/4 ആണെന്ന്. ലീസ്റ്റ് ലെങ്ത്, ദി ലീസ്റ്റ് ലെങ്ത് അറ്റ്ലീസ്റ്റ് ഇത് എത്രയെങ്കിലും വേണം. വേവ് ലെങ്ത് ബൈ 4 ആയിരിക്കണം ആൻറ്റിനയുടെ ലെങ്ത് എന്ന് NCERT പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. സോ അപ്പോൾ ഇവിടെ ആദ്യം ലാംഡ കണ്ടുപിടിക്കണം. വേവ് ലെങ്ത് കണ്ടുപിടിച്ചാൽ മതി, അല്ലേ? വേവ് ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? λ = c/ ഫ്രീക്വൻസി ചെയ്താൽ മതി. c/μ ആണ്, അല്ലെങ്കിൽ λ × ഫ്രീക്വൻസിയാണ് സ്പീഡ് എന്ന് പറയുന്നത്. സോ ഇറ്റ് വിൽ ബി 3 × 10⁸ ഡിവൈഡ് 200 × 10�6 വരും. സോ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 10² വരും. ഈ 10² 2 0 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1.5 വരും λ. λ വിൽ ബി 1.5. സോ ലെങ്ത് ഓഫ് ദി ആൻറ്റിന ഷുഡ് ബി λ/4. മിനിമം λ/4 ആണ്. സോ ദാറ്റ് വിൽ ബി 1.5 ഡിവൈഡഡ് ബൈ 4 എന്ന് വരും. സോ 1.5 ഡിവൈഡ് ബൈ 4 എന്ന് പറയുമ്പോൾ 1.5 ഡിവൈഡ് ബൈ 2 എത്രയാണ്? 0.75 ആണ്. അതിൻ്റെ പകുതി വരും 0.375 മീറ്റർ എന്ന് വരും. 0.375 മീറ്റർ. സോ അതിനോട് അടുത്തുള്ള വാല്യൂ 0.38 ആണ്. ഓപ്ഷൻ D will be the answer. Okay, option D will be the answer. Now let's move to the next question. In communication systems, the device used to convert energy from one form to the another form is called transducer. ഇതെല്ലാം സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് നമ്മുടെ NCERT പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ചില പർട്ടിക്കുലർ ചാപ്റ്റേഴ്സിന് NCERT മാത്രം മതി. ഓക്കെ, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ, സെമി കണ്ടക്ടേഴ്സ്, ഇതിൽ നിന്നൊക്കെയുള്ള മിക്ക ക്വസ്റ്റ്യൻസും NCERT ബേസ്ഡ് ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും. കൂടുതലായിട്ട് പുറത്തുനിന്ന് നമ്മൾ പോയിട്ട് പഠിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. പറഞ്ഞു മനസ്സിലായോ? ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദി ഡയമെൻഷണൽ ഫോർമുല ഫോർ പവർ ഓഫ് ലെൻസ് ഈസ്. പവർ ഓഫ് ലെൻസിൻ്റെ അപ്പോൾ പവർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1/4 ഫോക്കൽ ലെങ്ത് ആണ്. ഫോക്കൽ ലെങ്ത്തിൻ്റെത് മീറ്റർ ആണ്, അല്ലെങ്കിൽ 1/4 ലെങ്ത് ആണ്. സോ ദാറ്റ് വിൽ ബി ലെങ്ത് ഇൻവേഴ്സ്. പിന്നെ ബാക്കി ഡയമെൻഷൻസ് ഒന്നുമില്ല. അപ്പോൾ മാസിൻ്റെ 0 ആണ്, ടൈമിൻ്റെതും 0 ആയിരിക്കും. സോ L ഇൻവേഴ്സ് m0 m⁻⁴ t⁻⁴ എന്ന് വരും. സോ ഓപ്ഷൻ A വിൽ ബി ദി ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദി ടെക്നോളജി റിലേറ്റഡ് ടു ബെർണോളിസ് പ്രിൻസിപ്പിൾ ഈസ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ അല്ല, അല്ലേ? ഹൈഡ്രോ ഇലക്ട്രിക് പവർ ഒന്നും ബെർണോളിസ് അല്ല. റോക്കറ്റ് പ്രൊപ്പൽഷൻ അല്ല. റോക്കറ്റ് പ്രൊപ്പൽഷൻ ന്യൂട്ടൺസ് 3rd ലോ ആണ്, അല്ലേ? താഴേക്ക് പുഷ് കൊടുക്കുമ്പോൾ ഇതിന് മുകളിലോട്ട് ഫോഴ്സ് കിട്ടുന്നു. സോ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് അല്ല, അത് ഡിഫ്രാക്ഷൻ ബേസ്ഡ് ആണ്. സ്റ്റീം എഞ്ചിൻ അല്ല, അത് തെർമോഡൈനാമിക്സ് റിലേറ്റഡ് ആണ്. എയ്റോപ്ലെയിൻ ആണ്, അല്ലേ? എയ്റോപ്ലെയിൻ്റെ എഞ്ചിൻ അല്ല, നോട്ട് ദി എഞ്ചിൻ ഓഫ് എയ്റോപ്ലെയിൻ ബട്ട് ദി ലിഫ്റ്റിംഗ് ഓഫ് എയ്റോപ്ലെയിൻ. ലിഫ്റ്റിംഗ് ഓഫ് എയ്റോപ്ലെയിൻ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ബെർണോളിസ് പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് എയ്റോപ്ലെയിൻ മുകളിലോട്ട് പൊങ്ങുന്നത്. കാരണം എന്താണ്? ബെർണോളിസ് പ്രിൻസിപ്പിൾ അനുസരിച്ച് എന്താണ്, അല്ലേ? പ്രഷർ പ്ലസ് ½ ρ v² പ്ലസ് ρgh ഈസ് എ കോൺസ്റ്റൻ്റ്.
അപ്പോൾ ഹൈറ്റിൽ വലിയ മാറ്റമൊന്നുമില്ലെങ്കിൽ റോ ജി എച്ച് മറ്റൊരു കോൺസ്റ്റൻ്റ് ആക്കി എടുക്കാം, ഹൈറ്റ് ഡിഫറൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇവിടെ പ്രഷർ വെലോസിറ്റി കൂടുതലുള്ളിടത്ത് എന്ത് കുറവായിരിക്കും? പ്രഷർ കുറവായിരിക്കും. ഈ പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ടാണ് എയർക്രാഫ്റ്റിൻ്റെ വിങ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ എയർക്രാഫ്റ്റിൻ്റെ വിങ്ങിൻ്റെ കേസിൽ മുകളിൽ വെലോസിറ്റി കൂടുതലും താഴെ എയറിന് വെലോസിറ്റി കുറവായിരിക്കും, എയറിൻ്റെ വെലോസിറ്റി. അപ്പോൾ താഴെ വെലോസിറ്റി കുറവായതുകൊണ്ട് പ്രഷർ മുകളിലോട്ട് താഴെയായിരിക്കും പ്രഷർ കൂടുതൽ. അപ്പോൾ താഴെ നിന്നുള്ള പ്രഷർ വെച്ച് എയർക്രാഫ്റ്റിന് ലിഫ്റ്റ് കിട്ടും. ഓക്കെ, മുകളിലോട്ടൊരു ഫോഴ്സ് കിട്ടും. സോ അതെല്ലാം നിങ്ങൾ ബെർണോളിസ് പ്രിൻസിപ്പിളിൻ്റെ കൂടെ പഠിച്ചിട്ടുണ്ടാവും. സോ എയറോപ്ലെയിൻ പൊങ്ങുന്നത് ബെർണോളിസ് പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ടാണ്. ഇനി അടുത്തത് ഫൈനൽ റിസൾട്ട് ഓഫ് സം ഓഫ് നമ്പേഴ്സ് 523.32 ആൻഡ് 523.32 ആൻഡ് 1.21524, പിന്നെ 524 അത് നോക്കേണ്ട ആവശ്യമില്ല. 107.3 ഈസ് റൗണ്ടഡ് ടു ദി കറക്റ്റ് സിഗ്നിഫിക്കൻറ്റ് നമ്പേഴ്സ് ഈസ്. അപ്പോൾ ഇത് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് അഡീഷൻ്റെ റൂൾ അറിഞ്ഞിരുന്നാൽ മതി അല്ലേ. വി ജസ്റ്റ് ഹാവ് ടു നോ ദി റൂൾ ഓഫ് അഡീഷൻ ഫോർ സിഗ്നിഫിക്കൻറ്റ് നമ്പേഴ്സ്. അപ്പോൾ അഡീഷൻ്റെ സമയത്ത് നമ്മളെന്താണ്, ലീസ്റ്റ് ഡെസിമൽ പോയിൻ്റ് ഏതാണോ, എത്രയാണോ ഉള്ളത്, ലീസ്റ്റ് നമ്പർ ഓഫ് ഡെസിമൽ പൊസിഷൻസ്, അതായത് ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് എത്ര പൊസിഷൻസ് ഉണ്ടെന്ന് ലീസ്റ്റ് ഏതാണോ അതായിരിക്കും ആൻസറിൽ വരേണ്ടത്. അപ്പോൾ ഏറ്റവും കുറവ് ഇവിടെ എത്ര എണ്ണം ഉണ്ട്? ഇവിടെ 2 എണ്ണം ഉണ്ട്, 3 ഉം 2 ഉം ഉണ്ട്. ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 2 and 4, ഇവിടെ 5 എണ്ണം ഉണ്ട്. ഇവിടെ എത്ര എണ്ണം ഉണ്ട്? ഒരെണ്ണേ ഉള്ളൂ. സോ ഡെസിമൽ കഴിഞ്ഞിട്ട് ഒരൊറ്റ പൊസിഷനെ സിഗ്നിഫിക്കൻറ്റ് നമ്പേഴ്സിൽ വരാൻ പാടുള്ളൂ ഫൈനൽ ആൻസറിൽ. സോ ദി ആൻസർ വിൽ ബി ഓപ്ഷൻ എ ഇറ്റ്സെൽഫ്. ദാറ്റ് ഈസ് ദി കേസ് ഓഫ് അഡീഷൻ. മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിലും ഡിവിഷൻ്റെ കേസിലൊക്കെ നിങ്ങൾക്ക് വേറെ റൂൾസ് ഉണ്ടെന്ന് നമുക്കറിയാം. ഇനി അടുത്തതായി സൈക്ലിസ്റ്റ് സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് മൂവ്സ് വിത്ത് എ യൂണിഫോം ആക്സിലറേഷൻ ആൻഡ് കവേഴ്സ് 120 meter in 10 seconds. Then his acceleration in meter per second square is. Straight forward question ആണ്. സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് ആണ്. നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൾ എസ് ഈക്വൾ ടു ut പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ് യൂണിഫോം ആക്സിലറേഷൻ ആണെങ്കിൽ. u 0 ആയതുകൊണ്ട് ഈ ടേം മൊത്തത്തിൽ 0 ആയിട്ട് മാറും. സോ എസ് എത്രയാണ്? 120 ഈസ് ഈക്വൾ ടു ഹാഫ് ഇൻറ്റു എ എത്രയാണ് നമുക്കറിയില്ല, ടൈം എത്രയാണ്? 10 സ്ക്വയർ ആണ്. ഓക്കെ, സോ ആക്സിലറേഷൻ ഈസ് ഈക്വൾ ടു എത്ര വരും? ഈ 2 ഇങ്ങോട്ട് വന്നാൽ 240 ഡിവൈഡ് ബൈ 10 സ്ക്വയർ താഴേക്ക് വന്നാൽ 100 വരും. ദറ്റ് വിൽ ബി 2.4 എന്ന് വരും. സോ ഓപ്ഷൻ സി വിൽ ബി ദി ആൻസർ. സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻസ് ആണ്, നത്തിങ് കോംപ്ലിക്കേറ്റഡ് അറ്റ് ഓൾ അല്ലേ, ഒരു കോംപ്ലിക്കേഷനും ഇല്ലാത്ത സിമ്പിൾ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ദി ആംഗിൾ മെയ്ഡ് ബൈ ദി വെക്റ്റർ ആർ വെക്റ്റർ ഇസ് ഈക്വൾ ടു 3i cap പ്ലസ് 3j cap വിത്ത് ദി എക്സ് ആക്സിസ്. എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് ചോദിച്ചത്. പിന്നെ സ്ട്രേറ്റ് ഇക്വേഷൻസും ഉണ്ട്, അതല്ലെങ്കിൽ നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തിട്ടും ചെയ്യാം. സപ്പോസ് ഒരു വെക്റ്റർ ഉണ്ട് AXi cap പ്ലസ് AYJ cap, അതിൻ്റെ y കമ്പോണൻ്റ് AY ആണ്, Z കമ്പോണൻ്റ് AZK cap ആണെന്നുണ്ടെങ്കിൽ എക്സ് ആക്സുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ AX ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് A ആണെന്ന് നമുക്കറിയാം അല്ലേ. വാട്ട് ഈസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് A? മാഗ്നിറ്റ്യൂഡ് ഓഫ് A ഈസ് റൂട്ട് ഓഫ് AX സ്ക്വയർ പ്ലസ് AY സ്ക്വയർ പ്ലസ് AZ സ്ക്വയർ. ദിസ് വിൽ ബി ദി മാഗ്നിറ്റ്യൂഡ് അല്ലേ. സോ ഇതെല്ലാവർക്കും അറിയുന്ന സംഗതിയാണ്. അതേപോലെ വൈ ആക്സ് ആയിട്ടുണ്ടാക്കുന്ന ആംഗിൾ കോസ് ബീറ്റ ഈസ് എന്താണ്? കോസ് ബീറ്റ ഈസ് ഈക്വൾ ടു AY ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് A അല്ലേ. കോസ് ബീറ്റ വിൽ ബി AY ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് A എന്ന് വരും. അതേപോലെ കോസ് ഗാമ Z ആക്സുമായിട്ടുണ്ടാക്കുന്ന കോസ് ഗാമ ആണെങ്കിൽ AZ ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് A എന്ന് വരും. അതേപോലെ കോസ് സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ബീറ്റ പ്ലസ് കോസ് സ്ക്വയർ ഗാമ ഇസ് ഈക്വൾ ടു 1. ഡയറക്ഷൻ കൊസൈൻസ് എന്നൊക്കെ പറയും അല്ലേ, ഇവരെ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടാവും. സോ അങ്ങനെയാണെങ്കിൽ ദിസ് വിൽ ബി 3 ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് ഇതെന്താണ് വരിക? 3 സ്ക്വയർ പ്ലസ് 3 സ്ക്വയറേ ഉള്ളൂ, Z കമ്പോണൻ്റ് ഇല്ല. ദിസ് വിൽ ബി 3 ഡിവൈഡ് ബൈ 3 സ്ക്വയർ എന്ന് പറയുമ്പോൾ √18 റൂട്ട് ഓഫ് 9 പ്ലസ് 9 3 √2 എന്ന് എഴുതാൻ പറ്റും. സോ 3 വിൽ ക്യാൻസൽ. സോ കോസ് ആൽഫ ഇസ് ഈക്വൾ ടു 1/√2. കോസ് ആൽഫ എന്താണ്? 1/√2 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ആൽഫ എത്രയായിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും. കോസ് ഇൻവേഴ്സ് ഓഫ് 1/√2. That will be 45 degree. Option E will be the answer. Okay. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇനി ആ പ്രൊജക്ടൈൽ മോഷൻ ദി ഫിസിക്കൽ ക്വാണ്ടിറ്റി ദാറ്റ് റിമെയിൻസ് ഇൻവേരിയൻറ്റ് ത്രൂ ഔട്ട് ഈസ്. ഏതാണ്? വെർട്ടിക്കൽ കമ്പോണൻ്റ് ഓഫ് വെലോസിറ്റി ആണോ? അല്ല, വെർട്ടിക്കൽ കമ്പോണൻ്റ് ഓഫ് വെലോസിറ്റി ചേഞ്ച് ചെയ്യും പ്രൊജക്ടൈൽ മോഷൻ്റെ കേസിൽ അല്ലേ. ഇൻ ദി കേസ് ഓഫ് പ്രൊജക്ടൈൽ മോഷൻ ത്രൂ ഔട്ട് അല്ലേ, ത്രൂ ഔട്ട് എന്തായിരിക്കും? ഇപ്പോൾ ഇങ്ങനെ പ്രൊജക്റ്റ് u വെലോസിറ്റിയിൽ പ്രൊജക്റ്റ് ചെയ്യണം, ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഇറ്റ് വിൽ ബി u cos theta and this will be u sin theta. ആൻഡ് വെർട്ടിക്കൽ ഡയറക്ഷനിൽ ഡൗൺവേർഡ് ഡയറക്ഷനിൽ ആക്സിലറേഷൻ ഉണ്ട്. സോ താഴേക്ക് ആക്സിലറേഷൻ ഉള്ളതുകൊണ്ട് വെർട്ടിക്കൽ കമ്പോണൻറ്റ്, അതായത് വെർട്ടിക്കലി ഉള്ള കമ്പോണൻറ്റ് എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. പക്ഷേ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ദർ ഇസ് നോ ആക്സിലറേഷൻ, ദർ ഇസ് നോ കമ്പോണൻറ്റ് ഓഫ് ആക്സിലറേഷൻ. സോ ദി വെലോസിറ്റി അലോങ് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ the velocity along the horizontal direction will remain same.
So horizontal component of velocity will remain same. Kinetic energy of the projectile remain same ആണോ? അല്ല. Vertical component of velocity change ചെയ്യുന്നതുകൊണ്ട് വെലോസിറ്റി ഇവിടെ ചേഞ്ച് ചെയ്യുന്നുണ്ട്, ആക്സിലറേഷൻ ഉണ്ട്, സ്പീഡ് ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലേ. സ്പീഡ് ചേഞ്ച് ചെയ്യുമ്പോൾ കൈനറ്റിക് എനർജി വിൽ ഡിക്രീസ്. സോ ദിസ് ഈസ് നോട്ട് ട്രൂ അല്ലേ. പൊട്ടൻഷ്യൽ എനർജിയോ ഹൈറ്റ് മാറുന്നുണ്ട് അല്ലേ. ചില സമയത്ത് മാക്സിമം ഹൈറ്റ് പോയിട്ട് പിന്നെ തിരിച്ച് വരുന്നുണ്ട്. സോ പൊട്ടൻഷ്യൽ എനർജി mgh ദാറ്റ് ആൾസോ ചേഞ്ചസ്. ലീനിയർ മൊമെൻറ്റം ആൾസോ ചേഞ്ചസ്. ലീനിയർ മൊമെൻറ്റം ചേഞ്ച് ചെയ്യുന്നുണ്ട് കാരണം വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലേ. സോ ഓപ്ഷൻ ബി ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി അലോൺ റിമെയിൻസ് സെയിം. ഇനി അടുത്തത് given below are the velocity time graphs of 5 particles A, B, C, D and E. The correct graph follow from the plot in which VT plots in which the velocity of the particle is a function of t square. So V as a function of t square ആണ്, അല്ലെങ്കിൽ V is proportional to t square, അല്ലെങ്കിൽ V is some constant k into t square എന്നുള്ള ഫോമിൽ ഏത് ഗ്രാഫാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഇതൊരു പരാബോളയാണെന്ന് നമുക്കറിയാം. V is proportional to k into t square ആണെങ്കിൽ ഇറ്റ് വിൽ ബി എ പരാബോള സംതിങ് ലൈക്ക് ദിസ്. ഇങ്ങനെയുള്ളൊരു ഗ്രാഫായിരിക്കും വരിക, സ്ക്വയറിൻ്റെ ഗ്രാഫ് അല്ലേ. y is equal to x സ്ക്വയറിൻ്റെ ഗ്രാഫ്, ഇറ്റ് വിൽ ബി എ പരാബോള എന്ന് നമുക്കറിയാം. സോ സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ വിൽ ബി ദി ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 69. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ കോണ്ടാക്ട് ഫോഴ്സ്? കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോണ്ടാക്റ്റിൽ ഉണ്ടെങ്കിൽ മാത്രം കിട്ടുന്ന ഫോഴ്സിനെയാണ് നമ്മൾ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്താണ്? കോണ്ടാക്ട് ഫോഴ്സ് ആണ്. കാരണം എന്താണ്? കോണ്ടാക്റ്റ് ഉണ്ടെങ്കിലേ ഫ്രിക്ഷൻ ഉണ്ടാവുള്ളൂ. ബോയൻ ഫോഴ്സ്, നമ്മൾ ലിക്വിഡിൽ ഇമ്മേഴ്സ് ചെയ്യുമ്പോൾ മാത്രമേ ബോയൻ ഫോഴ്സ്, അല്ലെങ്കിൽ ഫ്ലൂയിഡിൽ ഇമ്മേഴ്സ് ചെയ്യുമ്പോൾ മാത്രമേ ബോയൻ ഫോഴ്സ് ഉള്ളൂ. അല്ലാതെ ഡിസ്റ്റൻസിൽ ഇവിടെ നിൽക്കുന്ന ലിക്വിഡും ഇവിടെ നിൽക്കുന്ന പാർട്ടിക്കിളും, അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന ലിക്വിഡും ഇവിടെ നിൽക്കുന്ന പാർട്ടിക്കിളും തമ്മിൽ ബോയൻസി ഫോഴ്സ് ഇല്ല. അവർ തമ്മിൽ കോണ്ടാക്റ്റിൽ വരുമ്പോഴേ ബോയൻസി ഫോഴ്സ് ഉള്ളൂ അല്ലേ. അതേപോലെ എയർ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എയർ ഓഫർ ചെയ്യുന്ന ഫ്രിക്ഷനെയാണ് എയർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയും കോണ്ടാക്റ്റ് ഉണ്ടെങ്കിലേ എയർ റെസിസ്റ്റൻസ് കിട്ടുള്ളൂ. വിസ്കസ് ഫോഴ്സ് ഈസ് ആൾസോ എയർ റെസിസ്റ്റൻസ് ഇസ് ദി വിസ്കസ് ഫോഴ്സ് ഓഫേർഡ് ബൈ ദി എയർ. അതേപോലെ വിസ്കസ് ഫോഴ്സും ഒരു ഫ്രിക്ഷൻ തന്നെയാണ് ബേസിക്കലി. ദാറ്റ് ആൾസോ റിക്വയർസ് കോണ്ടാക്റ്റ്. ദെൻ ദി അതർ ഫോഴ്സ്, ദി ലാസ്റ്റ് വൺ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എന്ത് വേണ്ട? കോണ്ടാക്റ്റ് വേണ്ട അല്ലേ. എർത്തും മൂണും തമ്മിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്, ഈവൻ ദോ ദർ ഇസ് നോ ഡയറക്റ്റ് കോണ്ടാക്റ്റ്. അതല്ലെങ്കിൽ എർത്തും സണ്ണും തമ്മിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്, ഈവൻ ദോ ദർ ഇസ് നോ ഡയറക്റ്റ് കോണ്ടാക്റ്റ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, മാഗ്നറ്റിക് ഫോഴ്സ്, ദീസ് ഫോഴ്സസ് ആർ കോൾഡ് ഫീൽഡ് ഫോഴ്സസ് അല്ലേ. ഫീൽഡ് ഫോഴ്സസ് എന്ന് പറയും. ഓക്കെ, ദേ ഡു നോട്ട് റിക്വയർ എനി ഡയറക്റ്റ് കോണ്ടാക്റ്റ്. ഇപ്പോൾ മാഗ്നറ്റിക് ഫോഴ്സിനാണെങ്കിലും അതേപോലെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനൊക്കെ ആണെങ്കിലും ദേ ഡു നോട്ട് റിക്വയർ എനി കോണ്ടാക്ട്, ദേ ആർ കോൾഡ് ഫീൽഡ് ഫോഴ്സസ്. ക്ലിയർ ആണോ? സോ ഓപ്ഷൻ ഇ വിൽ ബി ദി ആൻസർ ടു ദാറ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. Two bodies of masses m and 4m have kinetic energies in the ratio 1:2. Then their momenta are in the ratio. What is their momenta എന്നാണ് ചോദ്യം. ഓക്കെ, സോ മൊമെൻറ്റത്തിൻ്റെ റേഷ്യോ ആണ്. കൈനറ്റിക് എനർജിയുടെ ടേംസിൽ മൊമെൻറ്റം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. √2m കൈനറ്റിക് എനർജിയാണ്. √2m കൈനറ്റിക് എനർജിയാണ് മൊമെൻറ്റം എന്ന് പറയുന്നത് അല്ലേ. അതേപോലെ കൈനറ്റിക് എനർജി ഇൻ ടേംസ് ഓഫ് മൊമെൻറ്റം എന്ന് പറയുന്നത് p²/2m ആണ്. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാവുന്നതാണ്. 2m ഇങ്ങോട്ട് വന്നാൽ p² = 2mke ആയി. സോ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. സോ p1/p2 എന്ന് പറയുന്നത് √2m, അതിൻ്റെ കൈനറ്റിക് എനർജി എന്ത് എഴുതാം? 2m കൈനറ്റിക് എനർജി എന്ന് എഴുതാം. ഡിവൈഡ് ബൈ √2 ഇൻറ്റു രണ്ടാമത്തേൻ്റെ മാസ് എത്രയാണ്? 4m ആണ് അല്ലേ. 4m ആണ്. അതിൻ്റെ കൈനറ്റിക് എനർജി എത്രയായിരുന്നു? 1:2. ഇയാളുടെ കൈനറ്റിക് എനർജി ke ആണെങ്കിൽ ഇയാളുടെ കൈനറ്റിക് എനർജി 2 ടൈംസ് കൈനറ്റിക് എനർജി ആയിരിക്കും. മനസ്സിലായി? രണ്ടാമത്തെ ആളുടെ കൈനറ്റിക് എനർജി 2 ടൈംസ് ഉണ്ടാവും അല്ലേ. കാരണം റേഷ്യോ 1:2 ആണ്. സോ മറ്റേ ആളുടെ കൈനറ്റിക് എനർജി 2 ടൈംസ് ഉണ്ടാവും. സോ ക്യാൻസൽ ചെയ്യാനുള്ളതെല്ലാം ക്യാൻസൽ ചെയ്യും. 2 ക്യാൻസൽ ചെയ്ത് കളയാം, നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയാം, കൈനറ്റിക് എനർജി ക്യാൻസൽ ചെയ്ത് കളയാം. സോ ഡിനോമിനേറ്ററിൽ 1/√8 മാത്രമാണ്. 4 × 2 ഉണ്ടാവും. സോ 1/√8 ഓർ 1/2√2 എന്ന് വരും. ഓക്കെ, സോ ദി റേഷ്യോ വിൽ ബി 1:2√2. ഓപ്ഷൻ എ വിൽ ബി ദി ആൻസർ. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വർക്ക് എനർജി തിയറം ഈസ് ആൻ ഇൻ്റഗ്രൽ ഫോം ഓഫ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി, ന്യൂട്ടൺസ് സെക്കൻഡ് ലോ, ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, ന്യൂട്ടൺസ് തേർഡ് ലോ. ഏതാണ്? അപ്പോൾ ഇതിനകത്ത് വരുന്നത് ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ആണ്. അപ്പോൾ വർക്ക് എനർജി തിയറമാണ് നമ്മുടെ ന്യൂട്ടൺസ് സെക്കൻഡ് ലോ. വർക്ക് എനർജി തിയറം വെച്ച് നമുക്ക് പ്രൂവ് ചെയ്യാം. ന്യൂട്ടൺ സെക്കൻഡ് ലോ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് എനർജി തിയറം നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് പ്രൂവ് ചെയ്യാറുള്ളത് അല്ലേ. ഇപ്പോൾ ന്യൂട്ടൺ സെക്കൻഡ് ലോ നമുക്കറിയാം, F = ma എന്നുള്ളതാണ് ന്യൂട്ടൺ സെക്കൻഡ് ലോ.
അപ്പോൾ വർക്ക് എന്ന് പറയുന്നത് എന്താണ്? വർക്ക് ഈസ് നത്തിങ് ബട്ട് എഫ് ഡോട്ട് എസ് ആണ്, അല്ലെങ്കിൽ ഇൻ്റഗ്രൽ എഫ് ഡി എസ് ആണ്. സോ ഇതിനകത്ത് ഇൻ്റഗ്രൽ എം എ ഡി എസ് എന്ന് വരും. ഇതിനെ നമ്മൾ എന്തെഴുതുന്നു? ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത് കിട്ടുന്നത് അല്ലേ. വേണമെങ്കിൽ എ ഡി എസിനെ വി ഡി വി എന്നൊക്കെ എഴുതും അല്ലേ, കാരണം ആക്സലറേഷൻ ഈസ് ഈക്വൾ ടു ഡി വി ബൈ ഡി ടി ആണ്. അപ്പോൾ ഇതിനൊരു ഡി എസ് ബൈ ഡി എസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഡി എസ് ബൈ ഡി ടി കിട്ടും, ദാറ്റ് ഈസ് വെലോസിറ്റി അല്ലേ. എന്നിട്ട് ആക്സലറേഷൻ ഈസ് ഈക്വൾ ടു ഡി വി ബൈ ഡി എസ് എന്നൊക്കെ എഴുതും. സോ ഇറ്റ് വിൽ ബി ഇൻ്റഗ്രൽ എം ഇൻറ്റു ആക്സലറേഷൻ വി ഡി വി ബൈ ഡി എസ് ആണ്, ഇൻറ്റു ഡി എസ് ചെയ്യും. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി V1 to V2 ഇൻ്റഗ്രേറ്റ് ചെയ്യും. സോ ദിസ് ഈസ് ഹൗ വി ഡിറൈവ് അല്ലേ, ഹാഫ് എം V2 സ്ക്വയർ മൈനസ് ഹാഫ് എം V1 സ്ക്വയർ. ദിസ് ഈസ് ഹൗ വി ഡിറൈവ് ദി ഇത്. ഓക്കെ, സോ എ ഡി എസിനെ വി ഡി വി എന്ന് എഴുതുന്നുണ്ട് ഇവിടെ. എ ഡി എസ് ഇസ് ഈക്വൾ ടു വി ഡി വി. സോ ഇറ്റ് ഈസ് ആൻ ഇൻ്റഗ്രൽ ഫോം ഓഫ് ന്യൂട്ടൺ സെക്കൻഡ് ലോ. എഫ് ഡോട്ട് ഡി എസ് എഫ് ഈസ് ഈക്വൾ ടു എം എ അതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഡെറിവേഷൻ ഒക്കെ നിങ്ങൾ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ള സംഗതി തന്നെയാണ് അല്ലേ. സോ ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഹാഫ് എം V1 V2 സ്ക്വയർ മൈനസ് ഹാഫ് എം V1 സ്ക്വയർ എന്ന് കിട്ടും, വിച്ച് ഈസ് നത്തിങ് ബട്ട് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. സോ വാട്ട് ഈസ് വർക്ക് എനർജി തിയറം? വർക്ക് ഡൺ ബൈ ഓൾ ഫോഴ്സസ് ഈസ് ഈക്വൾ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ഫിസിക്സിൽ നിന്നുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് കഴിഞ്ഞിട്ട് കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലേ. So which one of the following statements is correct? In inelastic collision both momentum and kinetic energy are conserved. ആണോ? അല്ല. Inelastic collisionൽ momentum conserved ആണ്, kinetic energy is not conserved അല്ലേ. In inelastic collision momentum is conserved, that is true. Kinetic energy is not conserved, that is true അല്ലേ. Kinetic energy is not conserved. So both are true. അത് true ആണ്. Option B is correct. ഇനി അടുത്തത് in elastic collision momentum is conserved, kinetic energy is not conserved. ആണോ? അല്ല. momentum conserved ആണ്, kinetic energy conserved ആണ്, രണ്ടും കൺസേർവ്ഡ് ആണ്. ഇനി അടുത്ത് ഇൻ ഇൻഇലാസ്റ്റിക് കൊളീഷൻ മൊമെൻറ്റം ഈസ് നോട്ട് കൺസേർവ്ഡ്, kinetic energy is. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും തെറ്റ്. kinetic energy കൺസേർവ്ഡ് അല്ല, മൊമെൻറ്റം കൺസേർവ്ഡ് ആണ് ആക്ച്വലി. ഇനി അടുത്ത് ഇൻ ഇലാസ്റ്റിക് കൊളീഷൻ മൊമെൻറ്റം ഈസ് നോട്ട് കൺസേർവ്ഡ്, kinetic energy is. ഇലാസ്റ്റിക് കൊളീഷനിൽ എന്താണ്? രണ്ടും കൺസേർവ്ഡ് ആണ്. സോ രണ്ടും ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്. ഇൻഇലാസ്റ്റിക് കൊളീഷൻ മൊമെൻറ്റം ഈസ് കൺസേർവ്ഡ്, kinetic energy is not conserved. സോ ഇതാണ് നമ്മുടെ കീമിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ദീസ് ആർ ദി 72 ഫിസിക്സ് ക്വസ്റ്റ്യൻസ് ദാറ്റ് കെയിം ഫ്രം ഫിസിക്സ് ഫോർ ദിസ് ഇയേഴ്സ് കീം. സോ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും ഒരു കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യനും ഇല്ല. കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യനിൽ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടെന്നൊഴിച്ച് ലെങ്തി ആയിട്ടുള്ള ഒറ്റ ക്വസ്റ്റ്യൻ പോലും ഇല്ല. ഓക്കെ, ഒന്നോ രണ്ടോ സ്റ്റെപ്പിൽ ആൻസർ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആണ് മിക്കത്. ഓക്കെ, അല്ലാതെ ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസോ അതായത് പ്രോബ്ലം ചെയ്യുകയാണെങ്കിൽ 30 സെക്കൻഡ്സിലും കൂടുതൽ എടുക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. വിത്തിൻ എ സ്മോൾ ടൈം പെട്ടെന്ന് ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന, നമുക്കറിയാം എൻട്രൻസ് എക്സാമിന് സമയം കുറവാണ്, പക്ഷേ സമയം കുറവാണെങ്കിൽ കൂടി ആ സമയത്തിനുള്ളിൽ തന്നെ സുഖമായിട്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത് NCERTയിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ചോദിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്, സെമി കണ്ടക്ടേഴ്സ്, അതേപോലെ കമ്മ്യൂണിക്കേഷൻ, ഇങ്ങനത്തെ ചെറിയ ചെറിയ ചാപ്റ്റേഴ്സ്, അല്ലെങ്കിൽ നമ്മൾ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാന്ന് വിചാരിക്കുന്ന ചാപ്റ്റേഴ്സിൽ നിന്നെല്ലാം അവിടെ നിന്നും ഇവിടുന്നും NCERTയിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. കേരള എൻട്രൻസ് കീം നമ്മൾ നല്ലൊരു റാങ്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് അല്ലാന്ന് വിചാരിക്കുന്ന ചാപ്റ്റേഴ്സിൽ നിന്നും ക്വസ്റ്റ്യൻസ്, അതേപോലെ കമ്മ്യൂണിക്കേഷനൊക്കെ 2 ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചിട്ടുണ്ട് അല്ലേ. സോ അതിൽ നിന്നെല്ലാം മിക്കവാറും ഓൾമോസ്റ്റ് എല്ലാം NCERT ബേസ്ഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. സോ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു സിമ്പിൾ എക്സാം ആയിരുന്നു പ്രാവശ്യം. ദാറ്റ്സ് അബൌട്ട് ദിസ് ഇയേഴ്സ് കീം എക്സാം, കീം ഫിസിക്സ്. ഇപ്പോൾ 72 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും ഫുള്ള് സ്ട്രൈറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻസ് ആണ് മിക്ക ക്വസ്റ്റ്യൻസ്. ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. പ്രോബ്ലംസും ഉണ്ട്, അതേപോലെ ഫാക്ച്വൽ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ഉണ്ട്. പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ തന്നെ മിക്കതും ഒന്നോ രണ്ടോ സ്റ്റെപ്പിൽ ആൻസർ കിട്ടുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് എല്ലാം. ലെങ്തി ആയിട്ട് അല്ലെങ്കിൽ എന്താ പറയുക ട്വിസ്റ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ കുറവാണ്, ഇല്ല എന്ന് തന്നെ പറയാം. ഓക്കെ, പിന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് വിചാരിക്കുന്ന ചില ചാപ്റ്റേഴ്സ്, അതേപോലെ നമ്മളിപ്പോൾ കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്, ഇതിനകത്തു നിന്നെല്ലാം സ്ട്രൈറ്റ് ഫോർവേഡായിട്ട് NCERTയിലുള്ള അവിടെയും ഇവിടെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ പോർഷൻസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? NCERT നമ്മൾ കേരള എൻട്രൻസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് NCERT ഒന്ന് പെട്ടെന്ന് അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും റിവൈസ് ചെയ്ത് പോകണം ഇതിൻ്റെ മുമ്പ്. കാരണം ചില ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രോബ്ലംസ് ആയിരിക്കും എൻട്രൻസിന് പഠിക്കുന്ന സമയത്ത് കൂടുതൽ ഫോക്കസ് ചെയ്യാം. പ്രോബ്ലംസ് ഫോക്കസ് ചെയ്ത് തന്നെയാണ് നമ്മൾ പഠിക്കേണ്ടത്. പക്ഷേ
എന്താണ് ചില ക്വസ്റ്റ്യൻസ് ഫാക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കേരള എൻട്രൻസ് പോലുള്ള എക്സാംസിനൊക്കെ വരും. ജെഇക്കൊക്കെ മിക്കവാറും 95% എന്താ പറയുക പ്രോബ്ലംസ് ആണെങ്കിൽ കേരള എൻട്രൻസിന് ഒരുപാട് ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് വരും. അത് NCERT-യുടെ പുറത്തുനിന്നൊന്നുമല്ല, NCERT-യിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നെയാണ്. സോ അതിന് NCERT ഒന്ന് നമ്മൾ അറ്റ്ലീസ്റ്റ് പ്രോബ്ലംസ് അവിടെയും ഇവിടെയുള്ള എന്താണ് ഫാക്ട്സ് മിസ് ചെയ്യാതിരിക്കാൻ NCERT-യും നമ്മൾ റിവൈസ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും വളരെ സിമ്പിളായിട്ടുള്ള സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻസ് ആണ്. സോ അത്യാവശ്യം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. താങ്ക് യു.